الحمد لله الحمد لله لا ضد له ولا ند له ولا مثيل له لا وزير له ولا نصير له ولا نظير له ولا شبيه له واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واجب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك يا سيدنا يا رسول الله. صلى الله وسلم عليك يا حبيبنا يا رسول الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار ذلك الفوز العظيم. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم الكيس من دان نفسه وعمل لما بعد الموت. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. يا سيد السادات جئتك قاصدا أرجو رضاك وأهتمي بحماك
والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من نبي العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما സ്നേഹ ബഹുമാനാദവും നിറഞ്ഞ ആദരണീയനും ബഹുമാന്യനുമായ സയ്യിദവറുകളെ, അനുഗ്രഹീതമായി ഈ സദസ്സിനെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അതിലേറെ വിശിഷ്ടമാക്കിയ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യരെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന് അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അതരമുടികളെ അനുധാവനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും തിരുകുടുംബാദികളിലും സാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലുമുപരി പരിപാവനമായ മജ്ലിസ് ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി, ഒരു കാലഘട്ടത്തിന്റെ ആത്മീയ തേജസ്സായിരുന്ന, ജീവിത ലാളിത്യം കൊണ്ട് ആഡംബര ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മഹാനായ വലിയുല്ലാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ 5-ാം ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട ആത്മീയ സദസ്സിലാണ് നാം നിലനിൽക്കുന്നത്. നാടിന്റെ നാനാഭാഗത്ത് നിന്ന് വിവിധ ഉദ്ദേശങ്ങളായി മനം നിറയെ സങ്കടങ്ങളുമായി ഇവിടെ സിയാറത്തിനെത്തുന്ന പതിനായിരക്കണക്കിന് ആളുകൾ, അള്ളാഹു അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സബലീകരിക്കുമാറാകട്ടെ. നാടിന്റെ നാനാഭാഗത്ത് നിന്ന് വിവിധ ഉദ്ദേശങ്ങളായി സദസ്സിലേക്ക് ഒഴുകിയെത്തിയ ഓരോരുത്തരും പതിത മനസ്സുകളുടെ സങ്കടത്തിന്റെ ആഴക്കടലിനെ ആഴമറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും, ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും, ഇവിടെ എത്താൻ കഴിയാത്തവരുടെയും സങ്കടങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. സന്തോഷങ്ങളെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ മഹാന്മാരുടെ തർബീയത്തിന്റെ വടിയിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിലെത്തുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി, വലിയ സംഘാടന മികവിന്റെയും പശ്ചാത്തല ഗാംഭീര്യതയുടെയും ആൾപ്പെരുപ്പത്തിന്റെ ആഡംബരത്തിന്റെയും ഒക്കെ സദസ്സുകളുടെ ഇടയിൽ നിന്ന് മുമ്പിൽ കുത്തിയിരിക്കുന്ന ഒരു ആത്മീയ സദസ്സിലേക്ക് വരുമ്പോ
പതിവ് കണ്ടുപോയ സാഹചര്യത്തിൽ നിന്ന് മനസ്സിന് വേറൊരു കുളിർമയുടെ അനുഭൂതിയുടെ ഒരു അവനവന്റെ ചെരുപ്പ് കണ്ടില്ലെങ്കിൽ ഇനി പള്ളിയിൽ ഞാൻ കേറൂല എന്ന് ശപഥം ചെയ്യുന്ന ഒരു ലോകത്ത് ഞങ്ങളുടെ പേരൊന്നും പറയണ്ട, ഞങ്ങൾ ഇഖ്ലാസോട് കൂടി ഇവിടെ എത്തിച്ചേർന്നവരാണ് എന്ന് പറയുമ്പോ പിശാചിന്റെ വടിയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണല്ലോ വിലായത്തിൽ എത്തിച്ചേരുക. അപ്പോൾ വിലായത്തിൽ എത്തിച്ചേരണമെങ്കിൽ പിശാചിന്റെ കെണിയിൽ പെടാതിരിക്കാൻ അള്ളാഹു തന്ന ഒരു പരിചയുണ്ടാവണം. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള എന്റെ അടിമകളെ മാത്രം പിശാചെ നിനക്ക് പിഴപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ലോകത്തിലെ ഒരു മനുഷ്യനെ ആത്മീയതയുടെ സത്വങ്ങളിലേക്ക് എത്തിക്കുന്ന ആത്മീയ ലോകത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇഖ്ലാസാൻ. അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. ആ ഇഖ്ലാസ് വേണ്ടുവോളം ഉണ്ട്. തൃപ്പനച്ചി ഉസ്താദിന്റെ ചാരത്ത് തർബിയത്ത് കിട്ടിയ ആളുകൾക്ക് എന്ന് കുഞ്ഞാപ്പു ഹാജി ഒറ്റ വാക്ക് കൊണ്ട് തെളിയിച്ചു. അതാ ഇഖ്ലാസിന്റെ പരിപ്രേക്ഷ്യമാണ്. അള്ളാഹു നമുക്കത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നേരത്തെ ബഹുമാന്യനായ പേരറിയാതെങ്കിലും പറയണല്ലോ സലാം ബാക്കവി നേരത്തെ വളരെ സ്ഫുടമായ ശൈലിയിൽ ആവേശഭരിതനായി അല്പസമരം കൊണ്ട് അർത്ഥദ്യോതകമായ അത്യുജ്വലമായ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ 2 പ്രാവശ്യവും ഇവിടെ ഉറൂസിന് വേണ്ടി വിളിച്ചിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അത് എന്റെ എന്തോ ഒരു പോരായ്മയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. ഇത്രയും നല്ലൊരു സദസ്സിൽ വരാൻ കഴിയാതിരുന്നത് ഇപ്രാവശ്യം അതുകൊണ്ട് വന്നപ്പോഴേ നേരത്തെ തന്നെ ഞാൻ തയ്യാറായിരുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇവിടെ എപ്പോഴും എത്താൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖം പോലെ സലാം ബാക്കി പറഞ്ഞ 2:30 വരെ അത്രയൊന്നും അങ്ങോട്ട് നീളില്ല. എന്നാലും ഈ ഇരിക്കുന്ന സമയത്തിനോട് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശതം പണ്ഡിതന്മാർ പരന്നു കിടക്കുന്ന ഈ സദസ്സിൽ അറിവ് പറയാൻ ഞാനൊരു പണ്ഡിതനല്ല. അറിവിന്റെ ബാലാരിട്ടതകൾ കഴിഞ്ഞിട്ടില്ലാത്ത ഖുർആനീക ദർശനം വിടത്തിക്കാട്ടിയ മായൂര പിഞ്ചത്തിന് മുമ്പിൽ ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയെ പോലെ കടലിന്റെ തിരമാലകൾ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുമ്പോ കടലിന്റെ തിരമാലകൾ കരയിൽ അവശേഷിച്ചു പോയ ചിപ്പിയെടുത്ത് കയ്യിൽ വെച്ച് ഇതാണ് കടല് എന്ന് തെറ്റിദ്ധരിച്ചു പോയ തീരത്തുകൂടി നടന്നു പോയൊരു മുക്കുവക്കുട്ടിയുടെ സ്ഥാനത്താണ് ഞാൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അറിവിന്റെ പാരാവാരങ്ങളെ തങ്ങളുടെ മുത്താലയുടെ തബഹുർ കൊണ്ട് മനസ്സിലാക്കിയ ഒരു പണ്ഡിത സദസ്സിന്റെ മുമ്പിൽ മഹാനായ തൃപ്പനച്ചി ഉസ്താദിനെ പോലെ തർബിയത്തിന്റെ താളം ആധുനിക ലോകത്തിന്റെ മനസ്സിലോട്ട് നിറച്ചു കൊടുത്തൊരു ആത്മീയ ആചാര്യന്റെ സാന്നിധ്യത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് പറയാനുള്ള ഒരു ഗരിമയോ ഒരു മഹിമയോ ഒരു പൊലിമയോ ഒന്നും ഈ വിനീതനില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഒരതബോടുകൂടി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഒരു കാര്യം സലാം ബാക്കവി പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോ ഞാൻ എന്റെ കസേരയിലിരുന്ന് ചിന്തിച്ച ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എന്റെ ഇന്നത്തെ വിഷയം കാലം വീണ്ടും കൊതിക്കുന്ന മഹാന്മാരെന്നാണ്. അത് ഇത് തന്നെ. ആ ഒരു വാക്ക് ഒരാൾ പോലും കടന്നു വരാത്ത ഈ കുന്നിൻ മുകളിൽ ഈ ഗിരിശൃംഗത്തിന്റെ മുകളിൽ വാഹനത്തിൽ വരുമ്പോൾ തന്നെ അറിയാം എത്ര ബുദ്ധിമുട്ടുണ്ട് ഇവിടേക്ക് വരാനെന്ന്. ആരാരും കടന്നു വരാത്ത ഈ മലമുകളിൽ ഇവിടേക്ക് വിദ്യാർത്ഥികൾ കൂട്ടം കൂട്ടത്തോടെ കടന്നു വരും. ഇതൊരു അജ്മീറാകുമെന്ന് പറഞ്ഞ അന്ന് 50 ക്ലാസ് മുറികൾ ഇവിടെ നിർമ്മിക്കുമ്പോ ആ സമയത്ത് കുഞ്ഞാപ്പു ഹാജി ചോദിച്ചു അത്രേ ഇവിടേക്ക് ആരാണ് വരുന്നത് എന്ന്. അന്ന് മഹാനവറുകൾ പറഞ്ഞ് ഇവിടേക്ക് ആളുകൾ കൂട്ടത്തോടെ വരുമെന്ന്. കാരണം അങ്ങനെയാണ് ചരിത്രത്തിന്റെ താരാപഥങ്ങളിൽ ഒരാൾ പോലുമില്ലാത്ത പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയിലാണ് ആദ്യമായി താനും മകനും ചേർന്നിട്ടൊരു കളിമണ്ണിന്റെ കൈവാലയം നിർമ്മിച്ചിട്ട് ഇബ്രാഹിം നബി ചെയ്ത ഒരു ദുആ അല്ലാഹുവേ ഏറെ ഒത്തുനിൽക്കുമെന്ന് അല്ലാഹുവേ വേണ്ടി ആരാധനക്ക് വേണ്ടി ഈ മലമുകളിൽ ഒരു സൗദം ഞാനും എന്റെ മകനും പടുത്തുയർത്തി. റബ്ബനി അസ്കന്ദമിൻ ഗൈരിൽ മുഹറം ഒരു പോലുമില്ലാത്ത ഈ മരുഭൂമിയിൽ ആരാരും ആരാധിക്കാൻ ഒരു ദിവേ പടച്ചവനെ നിങ്ങളുടെ മനസ്സിനെ നീ പിടിച്ചു കൊണ്ടുവരണേ എന്ന് ഇബ്രാഹിം നബിയുടെ ദുആയാണ്. അവർ അല്ലാഹുവിനെ മുൻനിർത്തി പറഞ്ഞാൽ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് ചരിത്രത്തിന്റെ ഇന്നലകളിൽ നാം കണ്ടുപോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാക്കുകൾ അതേപോലെ ഈ മലമുകളിലേക്ക് ആ മഹാമനുഷ്യൻ ഓടിക്കയറിയത് ഈ സ്ഥാപനം ഉണ്ടാക്കുവാനായിരുന്നില്ല. ജനത മുഴുവനും തന്നെ തേടിയെത്തുമ്പോ
മനുഷ്യരുടെ സാന്നിധ്യത്തിൽ നിന്ന് മാറി ഏകനായി അള്ളാഹുവിനെ ഇമാറത്ത് ചെയ്യാൻ ഒരു മഹാമനുഷ്യൻ ബഹുജന സംസർഗത്തെയും സംസാരത്തെയും പേടിച്ച് ഏകാന്തത കാത്തുവന്ന ഒരു കാലഘട്ടത്തിന്റെ മലമുകളിലേക്ക് ജനസഹസ്രങ്ങളെ അള്ളാഹു എത്തിക്കുമ്പോ ഇതിനെ കറാമത്ത് എന്നല്ലാതെ വേറെ ഏത് വാക്കുകളിട്ടാണ് വിളിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനസ്സിന്റെ ഇഷ്ടം അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സമൂഹത്തിലെ ജീവിക്കാൻ കഴിയൂ, മീനിന് മത്സ്യത്തിന് വെള്ളത്തിലെ ജീവിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞത് എത്ര സത്യമാണോ അതിനേക്കാൾ വലിയൊരു സത്യമാണ് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്നത്. അവന് സമൂഹത്തിലെ ജീവിക്കാൻ കഴിയൂ. പക്ഷേ ആ സമൂഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഏകനായി നിൽക്കുന്നതല്ല. ഒരു ബഹുസമൂഹത്തിന്റെ അപസ്വരങ്ങളും അസ്വസ്ഥതകളും ഏതൊക്കെയുണ്ടോ അതിന്റെ ഉള്ളിൽ ഏകനായ സിട്ടാവിന് ആ മനുഷ്യന്റെ ജീവിതം തലമുറകളിലൂടെയാണ് മനുഷ്യ ജീവിതം എന്നും കടന്നു വന്നിട്ടുള്ളത്. നൂറ്റാണ്ടുകളിലൂടെയാണ് മനുഷ്യ ജീവിതം എന്നും കടന്നു വന്നിട്ടുള്ളത്. ഓരോ നൂറ്റാണ്ടുകൾ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന 6-ാം നൂറ്റാണ്ട് മുതൽ ഈ നൂറ്റാണ്ടുകൾ പലതും 1014 നൂറ്റാണ്ട് കഴിയുമ്പോഴും ഓരോ നൂറ്റാണ്ടുകളിൽ ഓരോ തലമുറകളിൽ ഓരോ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വേണ്ടി നിലനിർത്തിയിട്ടുണ്ട്. പരമാവധി കടന്നു വരുന്ന ആളുകൾക്ക് സൗകര്യം കൊടുക്കുള്ള സൗകര്യം നിറഞ്ഞു കഴിഞ്ഞു. ഇനി സൗകര്യം തീർന്നിട്ടൊന്നുമില്ല. വേണമെങ്കിൽ ഇവിടെ ഇനി നമുക്കൊരു 500 ആളുകളെ കൂടി ഇരുത്താൻ പറ്റും. കാരണം ഇത് അള്ളാഹ് പറഞ്ഞത് അങ്ങനെയാണ്. 2 പേർക്ക് ഇരിക്കുന്ന സ്ഥലം 3 പേർക്ക് തികയുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഈമാനുള്ളവനെ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഈമാൻ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരെ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി, ഒരു മജ്ലിസിൽ ഒരൽപ്പം വിശാലത കാണിക്കണേ എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ ഫഫ്സഹു, അപ്പോൾ നിങ്ങൾ വിശാലത കാണിക്കണം. 2 പേർക്ക് ഇരിക്കാൻ വരുന്ന സ്ഥലത്ത് അപ്പൊ 3 പേർക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് 2 പേരെ നിങ്ങൾ ഇരുത്തിയാൽ, അതൊരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ 2 പേരിരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസിന്റെ സീറ്റിൽ നിൽക്കുന്ന ഒരു വൃദ്ധനെ കൂടി നിങ്ങൾ ഇരുത്തിയാൽ യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ വിശാലത ചെയ്തു തരും എന്ന് വിശുദ്ധ ഖുർആൻ. ഇതാണ് ഖുർആൻ. ബസ്സിൽ പോകുന്നവൻ നിൽക്കുന്നവനെ കാണുമ്പോ ഇരിക്കാൻ സൗകര്യമുണ്ടാക്കി അവനെ തന്റെ തോളോട് ചേർത്തിരുത്തലാണ് ഇസ്ലാം. അല്ലാതെ മലമുകളിൽ ആടുമേക്കാൻ പോകലല്ല ഇസ്ലാം. ഇസ്ലാം ഒരു ബഹുസ്വര സമൂഹത്തിന്റെ അസ്വസ്ഥതകളെയും അപസ്വരങ്ങളെയും സ്വീകരിച്ച് ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തന്ന മതമാണ് ഇസ്ലാം. നീ നടന്നു പോകുന്ന വഴിയിൽ ഒരു മാർഗ തടസ്സം കണ്ടാൽ മാറ്റിയിട്ട് പോകണേ. പുറകെ വരുന്നത് ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്ന് നീ നോക്കേണ്ട കാര്യമില്ല. പുറകെ വരുന്ന പിൻഗാമികൾക്ക് തട്ടി വീഴുന്ന വിഘ്നങ്ങളൊന്നും പൊതുനിരത്തിൽ നീ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ഇസ്ലാം ആടുമേക്കാനുള്ളതല്ല, ആളുകളെ സേവിക്കാനുള്ളതാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ ധാരണകൾ നന്നാക്കി തരട്ടെ. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുക. അപ്പൊ എല്ലാവരും ഇച്ചിരിയും കൂടെ വിശാലത കാണിച്ച് നിൽക്കണൊക്കെ ഒരുക്കാൻ പറ്റും. അങ്ങനെയാണ് പറ്റുന്നവരൊക്കെ ചെയ്യും, അല്ലാത്തവരൊക്കെ കാലിന് മുട്ടൊക്കെ മടങ്ങാത്തവരൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പരമാവധിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ ഇനി എന്നെ ശ്രദ്ധിച്ചോളി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തലമുറയുടെ കാലഘട്ടത്തിൽ ഒരു തലമുറയുടെ പ്രതീകമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിലോട്ട് കടന്നു വന്ന് തർബിയത്ത് കിട്ടിയ ഒരു സമൂഹമാണ് അൻസാറുകളും മുഹാജിറുകളുമായ ഒരു തലമുറയുടെ പ്രതിനിധികളായി നാം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തർബിയത്തിന്റെയും ആത്മസംസ്കരണത്തിന്റെയും പാഠങ്ങൾ കിട്ടിയ മഹാരഥന്മാർ വളരെയേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വന്ന് നിൽക്കുമ്പോ, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിക ദർസിലോട്ട് കടന്നു വന്നിട്ട്, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ,
തന്റെ അടുക്കലേക്ക് വേവലാതിയോടെ, വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ ഓടി വരുന്ന തന്റെ പ്രിയപ്പെട്ട അനുയായിയോട് ചോദിച്ചു, ഖുർആൻ പഠിപ്പിക്കുന്ന സംസ്കരണത്തിന്റെ തർബീയത്തിന്റെ മജ്‌ലിസിൽ എന്തിനാണ് ഇത്രയേറെ പേടിയോടെ ഓടി വരുന്നതെന്ന് ചോദിച്ചപ്പോ ആ സഹാബി പറഞ്ഞ മറുപടി, എന്റെ വീടിന് തീ പിടിച്ചു എന്നല്ല, എനിക്ക് ആപത്ത് വന്നു എന്നല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു പോയി നബിയെ, അള്ളാഹുവിന്റെ തിരുദൂതരെ ഞാൻ നശിച്ചു പോയി. ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ എന്റെ ജീവിതം ഇതാ അസ്തമിച്ചു പോയി തിരുദൂതരെ. ഞാനിത് പറയുന്നത് ഈ സദസ്സിന്റെ തുടക്കത്തിൽ നിന്നാണ്. ആരോടും പേര് പറയണ്ട, ആർക്കും ഇഖ്ലാസിന് പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന ഈ സദസ്സിൽ നിന്ന് ഞാൻ തർബീയത്തിന്റെ താളത്തിന്റെ പാഠം തുടങ്ങട്ടെ. മസ്ജിദ് നബവിയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് തന്റെ സഹാബത്തിനോട് ആത്മീയ സംസ്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, വെത്ത് നബിയെ ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ ജീവിതത്തിൽ നശിച്ചു പോയി നബിയെ. എന്താണ് പറഞ്ഞതെന്നറിയോ? വ്യഭിചരിച്ചത് കൊണ്ടല്ല, മദ്യപിച്ചത് കൊണ്ടല്ല. എന്താണ് സാബിത്തെ? മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, ആ സഹാബിയാണ് നാം വീണ്ടും കൊതിക്കുന്ന തലമുറയുടെ അടങ്ങാത്തൊരു കണ്ണി പോലെ. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ് ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു പോയി നബിയെ. ആർക്കാണ് ആധുനിക ലോകത്തിന്റെ ആഡംബരത്തിന്റെ നടുവിലൂടെ നടന്നു പോകുമ്പോ ഞാൻ നശിച്ചു എന്ന് ആർക്കാണ് സ്വയം തോന്നുന്നത്? ആർക്കാണോ ഈ ലോകത്തിന്റെ വിഭ്രാന്തികളുടെ വിഹ്വലതകളുടെ ഇടയിലൂടെ സഞ്ചരിച്ചപ്പോ ഈ ഭൗതിക ലോകത്തിന്റെ മായിക പ്രപഞ്ചത്തിൽ ഞാനും പെട്ടുപോയപ്പോ ഞാൻ നശിച്ചുവോ എന്ന് സ്വയം ഒരാൾക്ക് തോന്നിയാൽ, സ്വയം തോന്നുന്ന കുറ്റബോധമാണല്ലോ പരിവർത്തനത്തിന്റെ നിദാനമായി മാറുക. അലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ ഫലാ ഉഖ്സിമു ബിനഫ്സിൽ ലവാമ. തർബിയത്തിന്റെ പാഠം അതാണ്. സ്വയം കുറ്റപ്പെടുത്തുന്ന ആത്മാവിനെ തന്നെയാണ് സത്യം. നീ ചെയ്തു പോയ പ്രവർത്തനങ്ങളുടെ വൈകല്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് നിന്നെ തിരുത്താൻ നിന്റെ ചൂണ്ടുവിരലിന് കഴിഞ്ഞാൽ മറ്റൊരുത്തനെയല്ല, അടുത്തു നിൽക്കുന്നവനെയല്ല, സ്വയം തിരുത്താൻ ചോദ്യചിഹ്നം നിന്റെ ആത്മാവിനോട് ചോദിക്കാൻ നിന്റെ ചൂണ്ടുവിരലിന് കഴിഞ്ഞാൽ അവനാണ് ആത്മീയ ലോകത്തിന്റെ ചക്രവർത്തി എന്ന് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ ഖുർആനിനെ പോലെ ആ സഹാബി വന്ന് പറഞ്ഞു, നബിയെ ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാതെ നശിച്ചു പോയി നബിയെ. ചെറുപ്പക്കാരാ, നശിക്കാനുള്ള കാരണം വ്യഭിചരിച്ചിട്ട് വന്ന് കുറ്റബോധം നടത്തിയതല്ല, മദ്യപിച്ചിട്ട് വന്ന് കുറ്റബോധം നടത്തിയതല്ല. സാബിത്തേ, സാബിത്തേ, എന്താണ് പറയുന്നത്? നീ നശിച്ചു പോയെന്നോ? എന്റെ സാബിത്തേ, നീ നശിച്ചു പോകാനുള്ള കാരണം എന്താ? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, ഇവരാണ് വീണ്ടും കൊതിക്കുന്ന മഹാന്മാർ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇതൊക്കെ ആകേണ്ട തർബീയത്തിന്റെ പാഠങ്ങളാണ്. ഒരൽപ്പം ഞാൻ പൊതുവെ ഒരൽപ്പം വേർപ്പ് കൂടുതലുള്ള ആളാണ്. അങ്ങോട്ട് നോക്കിയാ, ഒന്നും പ്രശ്നമില്ല. അങ്ങോട്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, ഇതൊരു തർബീയത്തിന്റെ സദസ്സാണ്. നബിയെ ഞാൻ നശിച്ചു പോയി. എന്താ നശിക്കാൻ കാരണം? സാധാരണ നമ്മൾ പറയാറുണ്ട്, ഓ നശിച്ചു. കാരണം അവൻ ലഹരിക്കടിമയാണ്, അവൻ കഞ്ചാവിനടിമയാണ്, അവൻ ജീവിതത്തിൽ അശ്ലീലങ്ങൾ, സ്ത്രീലങ്ങളില്ല, അശ്ലീലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സഹാബി നശിക്കാനുള്ള കാരണം എന്താ? ആ സഹാബിയോട് ചോദിച്ചു, സാബിത്തെ നീ നശിക്കാനുള്ള കാരണം എന്താ? യാ റസൂലല്ലാഹ്, എനിക്കൊരു സ്വഭാവ വൈകല്യമുണ്ട് നബിയെ, എനിക്കൊരു സ്വഭാവത്തിന്റെ വൈകല്യമുണ്ട് നബിയെ. ഇതിനൂടെ തൃപ്പനച്ച് മുഹമ്മദ് മുസ്ലിയാർ എന്ന കാലത്തിന്റെ കെടാവിളക്കിന്റെ ജീവിതത്തിന്റെ സൂക്ഷ്മമായ പാഠങ്ങൾ നാം അപഗ്രഹിക്കുകയാണ്. എന്താണ് സാബിത്തെ? ആളുകളുടെ മുമ്പിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ
നിങ്ങൾ എന്നെ കുറിച്ച് എടുത്തു പറഞ്ഞ് എന്നെ പുകഴ്ത്തുന്നത് എനിക്ക് എന്റെ ഹൃദയത്തിന് കുളിരാണ് നബിയേ. എല്ലാവർക്കും ഇന്ന് ആധുനിക ലോകത്ത് പിടികിട്ടിയ ഒരു രോഗമാണിത്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ അവരുടെ മുമ്പിൽ വെച്ച് മറ്റൊരാള് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്റെ സേവനങ്ങളായി എടുത്തു പറഞ്ഞിട്ട് എന്നെ വല്ലാതെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമാണ് യാ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, എന്താണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നത്? യഥാർത്ഥത്തിൽ അല്ലാഹു നിരോധിച്ചൊരു സ്വഭാവമാണല്ലോ. ഓ വലാ തക്സബന്നല്ലദീന യബ്ഖലൂന ബിമാ തവയുഹിബ്ബൂന അൻ യുഹമ്മദൂ ബിമാ ലം യഫഅലൂ. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ആരാണ് ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു പറഞ്ഞ് നിങ്ങളെ പുകഴ്ത്താൻ നിങ്ങൾ ഇഷ്ടപ്പെടരുതേ. ആ സ്വഭാവം നിങ്ങൾക്ക് ഒരിക്കലും പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ കർശനമായി വിരോധിച്ചതാ. വലാ തക്സബന്നല്ലദീന യബ്ഖലൂന ബിമാ തവയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫഅലൂ. ആരാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചതെന്നത്? ഇത് മനുഷ്യന്റെ ഹൃദയത്തിന് സംസ്കരണത്തിന് വേണ്ടി ഇതിനെ അവതരിപ്പിച്ച അല്ലാഹുവാണ്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദരീൻ. ഹൃദയത്തിന്റെ വെളിച്ചത്തിനാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ആ ഖുർആന്റെ സംസ്കരണത്തിന്റെ വെളിച്ചത്തിന്റെ ബാലപാഠം പഠിപ്പിച്ചു ഖുർആൻ പറയുകയാ, മറ്റൊരാള് നിങ്ങളെ പുകഴ്ത്തുന്നത് പോലും നിങ്ങൾ ഇഷ്ടപ്പെടരുത്. അതുകൊണ്ട് നബിയേ, ആ സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ഹലഖ്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു പോയി നബിയേ. ഇതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ഒരു ചരിത്രമെങ്കിൽ തൃപ്പനച്ച് മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ. ആളുകൾ വില കൂടിയ കാറിൽ തന്നെ കാണാൻ വരുമ്പോ അവരെ കാണുമ്പോ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഓടി രക്ഷപ്പെട്ടത് അവരുടെ നടുവിൽ നിന്നിട്ട് വലിയ ആളാവാനല്ല. പ്രൈവറ്റ് ബസ്സിൽ നിന്നിട്ട് ആളുകൾ 10ഉം 20ഉം പ്രാവശ്യം വന്നാല് മഹാനവറുകളെ കാണാനുണ്ടാകുമായിരുന്നുള്ളൂ. ഈ മലയുടെ അടിവാരത്ത് പച്ചത്തുണിയുടെ താഴ്ഭാഗത്ത് കിടക്കുന്ന മഹാമനുഷ്യൻ ആരെന്നറിയോ? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല പറഞ്ഞ ആധുനിക ലോകത്തെ പിടികൂടിയ മഹാരോഗത്തെ ഹൃദയത്തിൽ നിന്ന് മാറ്റി വില കൂടിയ കാറുകളിൽ തന്നെ സന്ദർശിക്കാൻ ആളുകൾ വരുമ്പോ അവരുടെ ഇടയിൽ നിൽക്കാൻ കഴിയാതെ ആരും കാണാതെ മലമുകളിലോട്ട് ഓടിക്കയറിയ ഈ ലോകത്തിന്റെ മുകളിൽ പ്രകടനപരത ഇഷ്ടപ്പെടാതിരുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന്റെ പരമ്പരയാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ പരമ്പര അവസാനിക്കില്ല. മുഹാജിറുകളെ കബറടക്കപ്പെട്ടിട്ടുള്ളൂ, അൻസാറുകളെ കബറടക്കപ്പെട്ടിട്ടുള്ളൂ. അവരുടെ ജീവിതത്തിൽ അവരെ പിൻപറ്റിയവർ പിന്നെയും ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളും അൻസാറുകളുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റുവട്ടത്ത് തർബിയത്ത് പഠിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്രവിദ്ധമായി പരിവർത്തിപ്പിച്ച ഒരു സമൂഹം അവര് തീരുന്നില്ല. അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറകെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അവരുടെ വഴി, അവരുടെ ചിന്ത, അവരുടെ പ്രവൃത്തി അതേപടി ഏറ്റെടുത്തൊരു സമൂഹം ഖിയാമത്ത് നാൾ വരെ അൻസാറുകളുടെ മുഹാജിറുകളുടെ അനന്തരാവകാശികളാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അൻസാറുകളും മുഹാജിറുകളും റളിയല്ലാഹു അൻഹും അവര് കബറടക്കപ്പെട്ടതോടുകൂടി ഒരു തലമുറ അസ്തമിച്ചിട്ടുള്ളൂ. അവരുടെ പ്രകാശം കൊളുത്തൊരു തലമുറ പുറകെ വരും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ സൂറത്ത് തൗബ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ വല്ലദീന തബഊഹും ബിഇഹ്സാൻ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അവര് ചെയ്ത നന്മയുടെ വഴികളെ അനുധാവനം ചെയ്ത ഒരു സമൂഹം, ആ സമൂഹം ഖിയാമത്ത് നാൾ വരെ വരും. അതായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ, അതായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അതായിരുന്നു ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ, അതായിരുന്നു കൊണ്ടോട്ടി അങ്ങാടിയിൽ ലാലിത്യം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചു പോയ മഹാനായ സൈനുൽ ഉലമാ.
അക്ഷരജ്ഞാനത്തിന് അണയാത്ത വിളക്കുമാടം പോലെ ആ കുറുകിയ മനുഷ്യനിലേക്ക് ഈ ഇസ്ലാമിക പണ്ഡിത ലോകത്തിന്റെ ഫത്വ ചുരുങ്ങിപ്പോയൊരു കാലമുണ്ടായിരുന്നു. സഹോദരങ്ങളെ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ തലമുറയുടെ കണ്ണിയായിരുന്നു ഈ മലയടിവാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദാ. ഇനി ആ തലമുറ കൊളുത്തി തന്ന വിളക്കിനെ കയ്യിൽ പിടിക്കേണ്ട ആളുകൾ നമ്മളാണ്. മുഹാജിറുകളും അൻസാറുകളുടെയും പുറകെ ഒരു സമൂഹം അതിനെ ഏറ്റെടുത്തു. ഇനി വരുന്ന സമൂഹത്തിന് ഇനി ആരാ ഉള്ളത്? നമ്മളൊന്ന് ചിന്തിക്കുകയും ആ തായ്വടിയിലൂടെ നടന്നു പോകാൻ, തങ്ങളുടെ ജീവിതത്തെ അത്രയേറെ സൂക്ഷ്മമായി നിർവഹിച്ചു കൊണ്ടുപോകാൻ ഈ കാണുന്ന ഇനി വരുന്നൊരു തലമുറയിൽ ഈ വിളക്കുകളൊക്കെ എടുത്താതെ കൊണ്ടുപോകാൻ ആരാണുള്ളത്? ആരാ ഉള്ളത്? നമ്മളാണ്. നമ്മളോ നഹ്നു അഷ്റാഫുൽ ഖൗമി വഇസാഉൽ ഖൗമി, നമ്മൾ തന്നെ വലിയ അവറുകളാന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് നടക്കുക. നമ്മളാരാണ്? നമ്മളിലോട്ട് കടന്നു പോകാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാലം വീണ്ടും കൊതിക്കുന്ന മഹാന്മാരായി മാറാൻ നമുക്ക് കഴിയണം. എന്തേ നമുക്ക് കഴിയില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഒന്ന് ചാരത്തുറൂസിന് ഒരുമിച്ച് കൂടി 5 ദിവസം കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകുന്നതിലല്ല, ആ സമയത്ത് ആ വിളക്കിൽ നിന്ന് ഒരു ദീപമെങ്കിലും, കവി പറഞ്ഞ വാക്കുപോലെ, വിളക്ക് കൊളുത്തി വെളിച്ചം വന്നു, വിളക്ക് കെടുത്തി പക്ഷെ വെളിച്ചം പോയില്ല. വെളിച്ചത്തിന് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. വെളിച്ചം പിന്നെ ഒരു വിളക്കന്വേഷിച്ച് നടന്നു. വലിയ വാക്കാണ് കവിയുടെ വാക്ക്. വിളക്ക് കൊളുത്തി വെളിച്ചം വന്നു, വിളക്ക് കെടുത്തി പക്ഷെ വെളിച്ചത്തിന് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. വെളിച്ചം വിളക്കന്വേഷിച്ച് നടന്നു. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദാ, മഹാനവറുകൾ കൊളുത്തി തന്ന പ്രകാശം ഇതിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പറ്റൊരു വിളക്കന്വേഷിച്ച്, ആ പ്രകാശത്തെ കൊളുത്താൻ കഴിയുന്ന ഒരു വിളക്കന്വേഷിച്ച് വിളക്കാവാൻ നമുക്ക് കഴിയണം. അതാണ് തർബിയത്തിന്റെ പാഠം. അല്ലാഹുമ്മ അരിനാ ശൈഖൻ മുറബ്ബിയൻ അല്ലദീ യുസിലു ഇലൈക് എന്ന ദുആയുടെ പ്രസക്തി അവിടെയാണ്. അല്ലാഹു നമ്മളെ ഹൃദയത്തിന് വെളിച്ചമുള്ളവരിൽ അല്ലാഹു പെടുത്തട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമുള്ളവരിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വെളിച്ചത്തിലോട്ട് നടക്കാൻ, ആ വെളിച്ചത്തിന്റെ ദീപം കൊളുത്താൻ നമ്മളൊക്കെ പറയും. നമ്മളെന്താ പറയാ? നമ്മളൊക്കെ പറയണത്, ഞാനൊക്കെ ആ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ, നബിതങ്ങളുടെ കാലത്തായിരുന്നു. നമ്മളെ കൊണ്ട് എന്താ? നിങ്ങളൊന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മൾ വാള് പറയുമ്പോ ഒക്കെ വേഷത്തിൽ പറയാനുണ്ട്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജനിക്കാൻ കഴിഞ്ഞു. അന്ന് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഈത്തപ്പന മരത്തിന്റെ ഓലയാവാൻ എനിക്ക് വലിയ എന്റെ പറയുമ്പോ നമ്മളെങ്ങാൻ ശ്രമിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പഠിച്ച ഫീലും ഫിക്റും ഒരുപോലെയാക്കി, ഫീലും ഫിക്റും അല്ലാഹു ഒരുപോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അങ്ങനെ ഒരു തലമുറ ഉണ്ടാവും. നമ്മളൊക്കെ കവികളൊക്കെ എഴുതാറില്ലേ? 14 നൂറ്റാണ്ട് മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ, ഹബീബായ നബിതങ്ങൾക്ക് തണല് കൊടുത്തൊരു ഈത്തപ്പന മരമായി ഞാൻ മാറിയിരുന്നെങ്കിൽ, നിശബ്ദമായ നീലനിലാവിൽ നീലക്കണ്ണുള്ള നിലാപക്ഷിയെ പോലെ മദീനയുടെ മുനവ്വറയുടെ ചാരത്തിരുന്ന് ഖുർആന്റെ പരിച്ഛേദനങ്ങൾ ലോകത്തോട് പറഞ്ഞ ഗുരുനാഥന്റെ മുമ്പിലെ ഒരു വിദ്യാർത്ഥിയായി ഞാൻ ഇരുന്നുവെങ്കിൽ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകമായിരുന്നെങ്കിൽ, കവി പറഞ്ഞതുപോലെ 14 നൂറ്റാണ്ട് പിമ്പന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു, മുത്ത് റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. മലയാളത്തിന്റെ കവി എഴുതി വെച്ച മലയാളത്തിന്റെ ഈരടിയാണ്. ആ കവി പറയാണ്, 14 നൂറ്റാണ്ട് മുമ്പ് എനിക്ക് പറക്കാൻ കഴിയാത്ത രണ്ടാ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. പോരാ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ. കഅബേ ക ബദർ ദുജാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സലാത്തുകൾ നമ്മുടെ ഈ ബിറൂസിന്റെ നഗരിയെ മുഖരിതമാക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. യകേതി കി ഗർ ഗർ ആകർ ഹലീമാ മേരാ ഗർ മേ ഖൈർ വറാ ഗയാ ഹേ. യകേതി കി ഗർ ഗർ ആകർ ഹലീമാ
मेरा या कर हलीमा मेरा देख घर में खैरुल वरा आ गया है. ഹലീമത്തു സഅദി എന്ന പട്ടിണി പാവമേ, എത്ര അനുഭൂതിയുടെ ആന്തോളനത്തിന്റെ ആഘോഷത്തിന്റെ അടയാളമായി നീ ലോക ചരിത്രത്തിന്റെ നിത്യവിളക്കായി മാറിപ്പോയി പെണ്ണേ. നിന്നെ മുലപ്പാല് കുടിച്ചിട്ടാണല്ലോ ലോകത്തിന്റെ വെളിച്ചത്തിന് ലോകത്ത് ജീവിതമുണ്ടായത്. ആ പ്രപഞ്ചത്വത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ ജീവിതത്തിന്റെ തുടക്കത്തിന്റെ മാറിടം നീ ആയിരുന്നുവല്ലോ ഹലീമ റളിയല്ലാഹു തആല അൻഹാ. ഓരോ വാക്കുകളും അമൂല്യമാണ്. നമുക്കിന്ന് പരിചിതമായി കിടക്കുന്ന മക്കയിൽ നിന്ന്, ആ മക്കയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ തായിഫിലേക്ക് പോകുന്ന വഴിയിൽ ബനൂ സായിദ ഗോത്രത്തിന്റെ ഹലീമ എന്ന പാവപ്പെട്ട പെണ്ണിന്റെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള വീടിന്റെ ഉള്ളിലെ തൊട്ടിലില് ശൈശവകാലത്ത് കിടന്നുറങ്ങുമ്പോ ഷൈമ എന്ന പേരുള്ള 6 വയസ്സുകാരിയായ ഹലീമ ബീവിയുടെ പൊന്നുമോൾ തൊട്ടിലിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെ താരാട്ട് പാടിയ താരാട്ടേതാ? യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബനാ അത്ഖാക അഖി മുഹമ്മദാ ഹത്താ അറാഹു നാഫിഅൻ വഅംറദാ വഹാദാ അഖുൽ ലം തലിദുഹു ഉമ്മീ. എന്റെ ഉമ്മേനൊക്കെ പ്രസവിക്കാത്ത സഹോദരനായി അല്ലാഹുവിന്റെ റസൂൽ എന്ന സൗഭാഗ്യത്തെ എനിക്ക് തന്ന അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ ചാരത്വത്തിലെ സൗഭാഗ്യമാ. അതൊക്കെ ലോകത്തോട് പറയുമ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഈ വരുന്ന ഡിസംബർ 9 വിനീതന്റെ ഹബ്ബുർ റസൂൽ പ്രഭാഷണം വെളിപ്പാടകല മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ നടക്കുകയാ. ലക്ഷക്കണക്കിന് സലാത്തിന്റെ മജ്‌ലിസും മറന്നു പോകരുതേ. ഡിസംബർ 9, 10 തീയതികള് ഹബീബായ നബി തങ്ങളുടെ ചാരത്തൊന്ന് പോകാൻ കൊതിക്കാത്തതാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജനിക്കണമെന്ന് കൊതിക്കാത്തതാരാ? ആയിരക്കണക്കിന് ത്യാഗീവര്യന്മാരുടെ കഥ പറയുമ്പോൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ആധുനിക ലോകത്തോട് മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു താബിയായ മഹാമനുഷ്യൻ കണ്ടുപോയപ്പോ മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അൻസാരികളെപ്പെട്ട സഹാബിയാ. ബദർ യുദ്ധത്തിന് വേണ്ടി ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എല്ലാവരും ഹബീബായ നബി തങ്ങളോട് ശങ്ക പറഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, തിരമാലകൾ ആഞ്ഞടിക്കുന്ന മഹാസമുദ്രത്തിലേക്ക് കുതിരയുമായി അങ്ങെടുത്തു ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ അതിന് തയ്യാറാണ് നബിയേ എന്ന് ഇസ്ലാമിന് വേണ്ടി ആത്മത്യാഗത്തിന്റെ പുസ്തകത്താളുകൾ മറിച്ചു കൊടുത്ത മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു താബിയായ മനുഷ്യൻ അദ്ദേഹത്തെ കണ്ടപ്പോ പറഞ്ഞു പത്രേ, മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ കണ്ണുകൾ എത്ര ഭാഗ്യം ചെയ്ത കണ്ണുകളാ. തൂബാ ലിഹാതൈനിൽ ഐനൈനിൽ ലതൈനി അല്ലാഹുവിൻ നളറായിലാ റസൂലുള്ളാഹ്. നിങ്ങളുടെ കണ്ണുകൾ എത്ര ഭാഗ്യം ചെയ്ത കണ്ണുകളാ. നിങ്ങളുടെ ഈ 2 കണ്ണുകൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട കണ്ണുകളാണല്ലോ എന്ന് അദ്ദേഹം മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ട് ആ താബിയായ മഹാമനുഷ്യൻ പറഞ്ഞു പത്രേ, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ. ആ സമയത്ത് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി ഈ ആദ്യ ലോകത്തിന്റെ ത്യാഗത്തിന്റെ പൊരുളുകളെ പറയുമ്പോ നിസ്സാരമായി കരുതുന്ന നിങ്ങളോട് ഞാൻ എന്നോട് ഓർമ്മിപ്പിക്കുകയാ. മിഖ്ദാദ് റളിയല്ലാഹു തആല പറഞ്ഞു പത്രേ, ഞങ്ങളുടെ കാലത്തെങ്ങാനും നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച ത്യാഗം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നോ? ഞങ്ങൾ അനുഭവിച്ച വിശപ്പ് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നോ? ഞങ്ങളുടെ കാലത്താണ് നിങ്ങൾ ജനിച്ചിരുന്നെങ്കിൽ ബദറിലേക്ക് 313 കൂടെ 1000 എതിർക്കാൻ നിങ്ങൾ പോകുമായിരുന്നോ? ശരിയല്ല ചെറുപ്പക്കാരാ, നമ്മളൊക്കെ ആവേശത്തിന്റെ കഥ പറയുമ്പോഴും ഹബീബ് ഈ
സജ്ജീകരിക്കും നമ്മുടെ ശരീരം. മഹാനായ സൈറാഖ് പറയുന്നുണ്ട്, ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. മക്കയിൽ ഞങ്ങൾ അനുഭവിക്കുമ്പോ അകതയാ അൻസാരിയായ സമ്പന്നയായ ഒരു പെണ്ണ് ചീരയുടെ അവിടുത്തെ ഒരു തരം ചീരയുടെ വേര് മുറിച്ചിട്ടിട്ട് ആ മുറിച്ചിട്ട വേര് മാവിന് മുക്കില് പാരമുണ്ടാക്കാറുണ്ടായിരുന്നു. പട്ടിണി 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 എന്ന് വെള്ളിയാഴ്ച ഇറച്ചി കടിക്കാനല്ല, വെള്ളിയാഴ്ച ബിരിയാണി കടിക്കാനല്ല, ചീരയുടെ വേര് മുറിച്ചിട്ടിട്ട് മാവിലുണ്ടാക്കിയ ഒരു നല്ല ഭക്ഷണം കുടിക്കാൻ വെള്ളിയാഴ്ച ആവാൻ ഞങ്ങളെ കാത്തിരിക്കുമായിരുന്നുവെന്ന് മഹാനായ സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു. കഴിയോ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ മലയടിവാരത്തിൽ വന്ന് സർവ്വതും ഉപേക്ഷിച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അത് ലാഘവത്വത്തോടെ കാണുന്നെങ്കിൽ ഞാൻ എന്റെ നഫ്സിനോട് പറയാ, ഞാൻ ഈ പ്രസംഗിക്കുന്നത് എന്റെ നഫ്സിനോടാണ്. അറിവ് പറഞ്ഞു തരാ ഞാനൊരു പണ്ഡിതനല്ല, അനുരാഗം പറയാ ഞാനൊരു പ്രണയിനിയല്ല, ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല, ത്യാഗം പറയാ ഞാനൊരു സാത്വികനല്ല, ലാളിത്യം പറയാ ഞാനൊരു പരിത്യാഗിയുമല്ല. ഞാൻ ആരെന്നറിയോ? വഹാനൽ ഫക്കീറോ, ഞാനൊരു ദരിദ്രനാണ്. ഇൽമിലും അമലിലും ദരിദ്രനായ കബീറിന്റെ വാക്കാണിത്. ഒരു മനുഷ്യൻ നാടും വീടും വിട്ടിട്ടും മലയടിവാരത്തിലിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 ദിവസമായി. ഇന്ന് പകല് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാ. കയറുമ്പോഴും എന്റെ നെയ്യത്ത് പെട്ടെന്ന് പ്രസംഗം നിർത്തി വീട്ടിലെത്തണം. 4 ദിവസത്തിലപ്പുറം മക്കളെ കാണാതിരിക്കാത്ത നീയാണോ? അള്ളാഹുവിന്റെ ഔലിയാക്കള് ചെയ്ത ഒരു ത്യാഗത്തിന്റെ കഥ പറയുമ്പോ ലാഘവത്വത്തോടെ നോക്കാൻ കഴിയുക. അല്ലാഹുവേ അല്ലാഹുവേ, കാരണം അവരാരാ? ഇന്നലില്ലാഹി ഇബാദന ഫൂതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫീതനാ. അവര് ദുനിയാവിനെ തലാക്ക് ചൊല്ലിയവരാ. നമുക്ക് പറ്റുമോ? നമ്മളൊക്കെ ചില ആളുകൾ വീഡിയോ ഈ CD ഇട്ടിട്ട് പറഞ്ഞെന്താന്നറിയോ? ഒരാൾ മലയുടെ അടിവാരത്തിൽ വന്നിരുന്ന അത്ര വലിയ കാര്യ, അയാൾ ആളുകൾ വന്നപ്പോ ഓടി മാറിയത് വലിയ കാര്യ. ഇത് നിനക്ക് പറ്റുമോ? നിന്നെക്കൊണ്ട് കഴിയോ? ഒരാഴ്ചക്കപ്പുറത്തേക്ക് മക്കളെ കാണാതിരിക്കാൻ പറ്റുമോ? ഇത്രയും നിസ്സാരമായൊരു കാര്യം പോലും നമുക്ക് പറ്റാതിരിക്കുമ്പോ ഈ തർബീയത്തിന്റെ പാഠങ്ങൾ ഇത്ര നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് കഴിയുന്നത് എന്താ? അത് നമ്മുടെ മനസ്സിന് അർബുദം ബാധിക്കുന്നത് കൊണ്ടാണ്. ശരീരത്തിന് ബാധിച്ചാൽ പോകാൻ കഴിയും, ഹൃദയത്തിന് ബാധിച്ചാൽ പോകാൻ വലിയ പാടാണ്. അള്ളാഹു നമുക്കത് മാറ്റിത്തരട്ടെ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കാലം കൊതിക്കുന്ന ഈ മഹാന്മാരെ നമുക്ക് മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ തൃപ്പനച്ചിക്കാരെ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ അല്ലേ? നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരല്ലേ? അതെന്താ തൂരിസീനായി ജനിച്ചാലേ ഭാഗ്യം ഉണ്ടാവുള്ളൂ? എന്റെ തൃപ്പനച്ചിക്കാരെ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാ. കാരണം ഒരു മണ്ണിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് ആ മണ്ണിൽ വന്ന ഫാക്ടം ബോസിന്റെ വലിപ്പമല്ല. ഒരു മണ്ണിന്റെ ഭാഗ്യത, ഒരു നാടിന്റെ ഭാഗ്യത. ഒരു നാട്ടിലെ കച്ചവടത്തിൽ വറക്കത്തുണ്ടാവുക, ആ നാട്ടിൽ കച്ചവടം ചെയ്ത വറക്കത്തുണ്ടാവുക, ആ നാട്ടിൽ കൃഷി ഉണ്ടായാൽ ഇരട്ടി വിളവുണ്ടാവുക, ആ നാട്ടിൽ വീടുകളിൽ സമാധാനം ഉണ്ടാവുക, ആ നാടിന് വറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നാടിന്റെ വറക്കത്തെന്താ? നിങ്ങളൊന്ന് പറയും, ഒരു നാടിന്റെ വറക്കത്ത് എന്താണ്? നിങ്ങളൊക്കെ വാതൊക്കെ കേട്ടവരല്ലേ, ഒന്ന് പറയും. എന്താ നാടിന്റെ വറക്കത്ത്? അത് മുഖ്യമന്ത്രിയുടെ നാടായിട്ട, പ്രതിപക്ഷ നേതാവിന്റെ നാടായിട്ട, ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജനിച്ച മണ്ഡലമായിട്ട? അതൊക്കെ ദുനിയാവിൻ്റെതാണ്. ഒരു നാടിന്റെ ആ വറക്കത്തേതാ? നിങ്ങളൊന്ന് പറയും. ഞാൻ പറയുന്നത് ഖുർആനാണ്, അതിന്റെ അപ്പുറത്തുനിന്ന് വേറെ ഒന്നും ഞാൻ പറഞ്ഞു. തൃപ്പനച്ചിക്കാരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണമേതാ? ഒരു നാടിന്റെ അനുഗ്രഹമേതെന്ന് ഖുർആൻ പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞതേതാ? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ. ഒരു ഗ്രാമവാസികൾ ഈമാനും തഖ്വയുമുള്ളവരാണെങ്കിൽ അവർക്ക് ആകാശ ലോകത്ത് നിന്ന് ഞാൻ അനുഗ്രഹത്തിന്റെ വാതില് തുറന്നു കൊടുക്കുമെന്ന് ഖുർആൻ പറയുമ്പോ ഒരു നാടിന്റെ അനുഗ്രഹത്തിന്റെ മാനദണ്ഡമായി ഖുർആൻ പറഞ്ഞത് ആ ഗ്രാമവാസികളിൽ ഈമാനും തഖ്വയും ഉണ്ടാകലാണ്. ഈമാനും തഖ്വയുടെ നിറകുടമായി
മഹാനായ ഒരു മനുഷ്യൻ താമസിച്ച ഗ്രാമമാണ് തൃപ്പനച്ചി. അപ്പൊ ഈ നാടിന്റെ ബറക്കത്തേതാ ഈമാന തഖ്വയുമുള്ള ഒരു മനുഷ്യന്റെ പാദപതന സ്പർശനമാണ്. മഹാനായ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി തൂര് സീനാ പർവ്വതത്തിലോട്ട് കയറിപ്പോയപ്പോ അല്ലാഹു പറഞ്ഞല്ലോ, മൂസാ ഫഖ്ലഅന ഇലൈ, നിന്റെ ചെരുപ്പടിച്ച് താഴെ വെക്കും മൂസാ, ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവാ, നീ ഏറ്റവും പരിശുദ്ധമായ താഴ്വരയിലാണ് നിൽക്കുന്നത് മൂസാ. ആ താഴ്വര പരിശുദ്ധമാവാനുള്ള കാരണമേതാ? 40ഓളം ബനു ഇസ്രായേൽപ്പെട്ട പ്രവാദ ആടിനെ മേച്ച് നടന്ന മണ്ണ് നടന്നത് കൊണ്ട് അതിന് തൂര് സീനക്ക് കിട്ടിയതെങ്കിൽ നാട്ടില് താമസിക്കുമ്പോ ആ ജനത ഏറ്റവുമാർക്ക് ഈ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് ഈമാൻ തഖ്വയും നൽകണയല്ല. ഈമാൻ തഖ്വയും ഇല്ലെങ്കിൽ പിന്നെ ജീവ് പറഞ്ഞിട്ട് കാര്യമെന്താ? ഈമാനും തഖ്വയും തരട്ടെ. ഉള്ളവരാണ് ലോകത്തിലായി മാറിയത്. ഒന്ന് ഈമാൻ, ഒന്ന് ഈമാൻ. ഈമാൻ അത് പുറത്താണ്, വിശ്വാസം. ഒന്ന് അമൽ. ഇതേപോലെ നന്നാവണം. രണ്ടും അടയാളം മാത്രം, സിംബോളിക്കല്ല, അടയാളം മാത്രമല്ല, അതിനപ്പുറത്തേക്കും ഉണ്ടാവണം. അതുകൊണ്ട് ഇനി ദുനിയാവിന്റെ കച്ചവടം ബാങ്ക് വിളിച്ച് നിസ്കാരം കഴിഞ്ഞിട്ടാവാം. ഇയാള് നേരെ വിളിച്ചോണ്ട് ഇദ്ദേഹത്തെ പോയി പള്ളിയിൽ പോയി ഇമാം ജമാഅത്തായിട്ട് രണ്ടുപേരെ നിസ്കരിച്ചു. തിരിച്ചിറങ്ങി വന്നപ്പോ ചോദിച്ചു, ഇയാൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ച പൈസക്ക് ഞാൻ പശുവിനെ വാങ്ങിക്കുക. കാരണം എന്താ? ബാങ്ക് വിളിച്ച സമയത്ത് ബാങ്ക് കച്ചവടം നിർത്തിയിട്ട് പള്ളിയിൽ ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പോയ ആള് ഒരിക്കലും തന്നെ പറ്റിക്കൂല, ഉറപ്പാണ്. പാവപ്പെട്ട 30,000 റുപ്യയും കൊടുത്ത് 20 ലിറ്റർ പാല് മേടിക്കണ ആട് തേക്ക് മാഞ്ചിയം പോലെയായി വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ അതിന് 10 ലിറ്ററിൽ കൂടുതൽ കറന്നിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കീൻ. ഒരു ബാങ്ക് വിളിച്ചപ്പോ കിട്ടിയ 4 റക്അത്ത് നിസ്കാരം കൊണ്ട് ഈ മനുഷ്യന് കിട്ടിയ ലാഭം എത്രയാ? 20,000 റുപ്യ. 4 റക്അത്ത് നിസ്കാരം കൊണ്ട് ബാങ്ക് വിളിച്ചപ്പോ തൊട്ടയിലൊക്കത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിച്ചപ്പോ ഇദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം ഏതാ? 20,000 റുപ്യ. ഇത് ബാഹ്യമായി ഉണ്ടായ ചില അടയാളങ്ങളാണ്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കും. ദുനിയാവിൽ തഖ്വ എന്ന ബാഹ്യമായ ഒരു മേൽവിലാസത്തിന്റെ അടയാളങ്ങളുടെ മുകളിൽ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ഒരാൾ ഇരട്ടി ലാഭമുണ്ടാക്കി സുൽത്താൻ ആയാൽ അയാൾ ദുനിയാവിൽ ആവൂ, ആഖിറത്തിലാവൂല. ആവോ? എന്നാൽ നമ്മൾ ദുനിയാവിലെ സുൽത്താൻമാരെ നോക്കിയിട്ട് മണ്ണും പിടിച്ച് നിൽക്കുകയാണ് താനും. ആഖിറത്തിന്റെ സുൽത്താൻമാരെ നമുക്ക് മനസ്സിലായിട്ടില്ല. എപ്പോഴും നമ്മൾ ദുനിയാവിലെ സുൽത്താൻ നോക്കിയിട്ടു, പടച്ചോനെ ഇവന്റെ തലയിൽ വരച്ച വര എന്റെ മുതുകത്തെങ്കിലും ഒന്ന് വരച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ നിരാശയിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ആഖിറത്തിന്റെ സുൽത്താൻമാരാരാ? ഈമാനും തഖ്വയും ഉള്ളവരാണ്. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. ആ ഈമാനും തഖ്വയും അവരുടെ അടുക്കലേക്ക് വന്നപ്പെടാ മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയേ ഹലഖ്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചുപോയി നബിയേ. ചോദിച്ചു, എന്താ സാബിത്തേ? ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ആളുകൾ എന്നെ കുറിച്ച് പറയുന്നത്, എന്നെ സ്തുതിക്കുന്നത് എനിക്ക് ഇഷ്ടമാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാബിത്തേ നിങ്ങൾ അങ്ങനെയുള്ള ആളല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ മുമ്പിലെത്താണ്ട് നാശത്തെ കുറിച്ച് വേവലാതി പറയുന്ന സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, യാ സാബിത്ത്, ഓ സാബിത്തേ, അമാ തറലാ അന്നക തഈശു ഹമീദാ വതമൂതു ഷഹീദാ വതദ്ഖുലുൽ ജന്ന. എത്ര വളരെ വലിയ വാക്കാണ് ചോദിച്ചത്. ഇതാണ് കാലം ആഗ്രഹിക്കുന്ന മഹാന്മാരുടെ മുഖമുദ്ര. ഇതാ സാബിത്തേ, സാബിത്തേ, അമാ തറലാ നിനക്ക് ഇഷ്ടമാണോ സാബിത്തേ? അന്നക തഈശു ഹമീദാ വതമൂതു ഷഹീദാ. എല്ലാവരും സ്തുതിക്കുന്ന ആളായി, എല്ലാവരും സ്തുതിക്കപ്പെട്ട ആളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ സാബിത്തേ? അവസാനം മരിക്കുന്ന സമയത്ത് ഒരു ഷഹീദായി മരിക്കാൻ നിനക്ക് താല്പര്യമുണ്ട് സാബിത്തേ? അങ്ങനെ സ്തുതിക്കപ്പെട്ടവനായി ജീവിച്ച് ഷഹീദായി മരിച്ച് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലോട്ട് കടന്നു ചെല്ലാൻ നിനക്ക് ഇഷ്ടമാണോ സാബിത്തേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്,
അങ്ങനെയാണ് നബിയെ, എനിക്കിഷ്ടമാണ് നബിയെ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്. ആ സമയത്താണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഗറൂ ലഹു ബിൽ ഖൗൽ കജഗ്രി ബഅദുകും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ പോയി സംസാരിക്കുമ്പോ ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ പാഴായി പോകുന്നത് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. ഈ സായത്തോതി കൊടുത്തപ്പോ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല ചിന്തിച്ചതെന്താ? ഈ ആയത്ത് എന്നെ കുറിച്ച് അവതരിപ്പിച്ചതാണ്. ഹബീബായ നബി തങ്ങളോട് ഞാൻ ഇങ്ങനെ ഉറക്കെ സംസാരിച്ചപ്പോ എന്നെ കുറിച്ചാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ഈ ഉറൂസിലെത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈമാൻ എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തോതുമ്പോ ഓരോ ആയത്തോതുമ്പോൾ ചിന്തിക്കണം, ഇത് എന്നെ കുറിച്ചിട്ടാണോ? എത്രയോ ആയത്തുകൾ നമ്മൾ ഓതാറുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ചവനാണ് വൈരെന്ന നരകം. അല്ലാഹുവേ, ഇത് എന്നെ കുറിച്ചാണോ? എത്ര പ്രാവശ്യം ഈ ആയത്ത് മഗ്‌രിബിനും ഇശായിനും ഓതിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ചിന്തിക്കണം, അല്ലാഹുവേ, ഇത് എന്നെ കുറിച്ചാണോ? ഞാൻ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധനാണല്ലോ, ഇമാം ജമാഅത്തായിട്ടത് ഞാൻ നിർവഹിക്കാറില്ലല്ലോ. അഹ്മദ് കബീർ ആയത്തോതുമ്പോ ചിന്തിക്കണം, അല്ലാഹുവേ, ഇത് എന്നെ കുറിച്ചാണോ? ഇത് എന്നെ കുറിച്ചാണ്. ഓരോ ആയത്തുകളും എന്നെ കുറിച്ചാണ്. കച്ചവടക്കാരാ, വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദത്താലു അലന്നാസി യസ്തൗഫൂൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവനാണ് വൈരെന്ന നരകം. ചിന്തിച്ചിട്ടുണ്ടോ മോനെ, ഇത് എന്നെ കുറിച്ചിറങ്ങിയ ആയത്താണോ? എന്റെ സ്വഭാവമല്ലേ പറയുന്നത് എന്ന് നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. എത്രയെത്ര ആയത്തുകളാണ്, എത്രയെത്ര സൂക്തങ്ങളാണ്. ഈ ആയത്തിറങ്ങിയപ്പോ പിന്നെ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ കണ്ടില്ല. ഒരു ദിവസം നബി തങ്ങൾ ചോദിച്ച്, സാബിത്ത് ബിൻ ഖൈസ് വീട്? സാബിത്ത് ബിൻ ഖൈസ് വീട്ടിലാണ് നബിയെ. പോയി എന്റെ മുമ്പിലേക്ക് വരാൻ പറയുമോ? സഹാബത്ത് പോയി വാതിലിൽ മുട്ടി. മഹാനായ സാബിത്ത് റളിയല്ലാഹു തആല വാതിൽ തുറന്നു. സാബിത്ത് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്, വരാത്തതെന്താ? ആ സമയത്ത് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല നിറകണ്ണുകളോടെ പറഞ്ഞു പത്രേ, എന്റെ അമലുകൾ പാഴാകുമെന്ന് ഞാൻ കരുതിയിട്ടാണ് ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഞാൻ ഉറക്കെ സംസാരിക്കാറുണ്ട്. എന്റെ ശബ്ദമിത്ര ഉയർന്നതാണ്, എന്റെ ശബ്ദമിത്ര ഉയർന്നതാണ്. അതുകൊണ്ട് ഞാൻ അവിടേക്ക് വരാതിരുന്നതാണ്. അമാ തറലാ അന്നക തഈശു ഹമീദാ വതമൂതു ഷഹീദാ. അല്ലാഹ് കിട്ടപ്പെട്ടവനായി ജീവിക്കാൻ കൊതിയാണോ എന്ന് ചോദിച്ച സഹാബി, ആ സഹാബി വീട്ടിലാണ് നിസ്കരിക്കുന്നത്, പള്ളിയിൽ വന്നിട്ടില്ല. അപ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. സാബിത്തേ, നീ എന്താണ് പറയുന്നത്? യാ റസൂലല്ലാഹ്, മദീന ഒരു അത്ഭുതമാണ്. അവിടെ വിരിയാത്ത ഇതളുകൾ ഏതാണ്? അവിടെ വീഴാത്ത കണ്ണുനീരേതാണ്? താജ്ദാറെ മദീന, ലോകത്തിന്റെ ഈമാനിന്റെ ക്യാപിറ്റൽ സിറ്റി മദീന. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സാന്ത്വനിപ്പിച്ചിട്ട് പറഞ്ഞു, സാബിത്തേ, ഇന്നക ലസ്ത മിൻ അഹ്ലിനാ, നീ ഒരിക്കലും നരകാവകാശിയല്ല സാബിത്തേ. നീ നരകത്തിൽ പോവില്ല, നീ നരകത്തിൽ പോവില്ല സാബിത്തേ. നീ ഇന്നക തഈശു ഹമീദാ വതമൂതു ഷഹീദാ വതദ്ഖുലുൽ ജന്ന. ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി ജീവിച്ച് ഏറ്റവും നല്ല രക്തസാക്ഷിയായി മരിച്ച് നീ സ്വർഗത്തിൽ പോകും സാബിത്തേ റളിയല്ലാഹു തആല അൻഹു.
സമാധാനമായി ഞാൻ നരകത്തിൽ പോയില്ലല്ലോ. ചരിത്രം അവസാനിക്കുന്നില്ല, വീണ്ടും കൊതിക്കുന്ന മഹാന്മാരിങ്ങനെയാണ്. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു ബഅദ വഫാത്തി റസൂലില്ലാഹ്. നിങ്ങൾ തളർന്നോ? നിങ്ങൾ തളർന്ന ഞാനും തളരും. ഇതൊരു പരസ്പര പൂരകമാണ്. ഞാനും നിങ്ങളും, പ്രഭാഷകനും ശ്രോതാവും പരസ്പര പൂരകമാണ്, പരസ്പര വൈരുദ്ധ്യമല്ല. നിങ്ങൾ തളർന്ന ഞാൻ തളരും. നിങ്ങൾ തളർന്നോ? പിന്നെന്താ ഒരു ഉഷാറിയത്തില്ലാത്തത്? ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം വഫാത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം മുർത്തദ്ദുകൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരുമ്പോ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ യുദ്ധം ചെയ്യുന്ന പടയണി കൂട്ടത്തില് മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. സഹാബാക്കൾ മുസൈലിമത്തുൽ കദ്ദാബിന്റെ പടയണിയുടെ വലിപ്പം കണ്ടപ്പോ സഹാബത്ത് പേടിച്ചിട്ട് ചിന്നിച്ചിതറി ഓടാൻ തുടങ്ങി. യുദ്ധഭൂമിയിൽ നിന്ന് സഹാബത്ത് പരിഭ്രാന്തിയോടെ ഓടി രക്ഷപ്പെടുമ്പോ അവരെ തടഞ്ഞു നിർത്തുകൊണ്ട് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, വത്ര സഹാബ, നിങ്ങൾ എവിടേക്കാണ് ഓടിപ്പോകുന്നത്? ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഞങ്ങൾ യുദ്ധം ചെയ്തത് ഇങ്ങനെയായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകില് പാറ പോലെ ഞങ്ങൾ ഒളിച്ചു നിന്നവരാ. നിങ്ങൾ എന്തേ മുസൈലിമത്തുൽ കദ്ദാബിന്റെ ആർജവവും വലിപ്പവും കണ്ടിട്ട് ഓടിപ്പോകുന്നത് എങ്ങനെയാ? മലപ്പുറത്തിന്റെ വീരന്മാരായ ചെറുപ്പക്കാരെ, അധികാരത്തിന്റെ ആൽമരം കണ്ടിട്ട് ഏതെങ്കിലും ആൽമരത്തിന്റെ പുറകിൽ ഒളിക്കുന്ന നിഷ്ക്രിയന്മാരല്ല മലബാറിൻ നമുക്ക്. അതുകൊണ്ട് ഈ 4-ാം തീയതി ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മലപ്പുറത്ത് ജനലക്ഷങ്ങൾ സമ്മിശ്രമായി ഒരുമിച്ച് കൂടുമ്പോ ആ സമയത്ത് നമുക്ക് പറയാൻ തുടങ്ങണം, അധികാരത്തിൽ എപ്പോഴൊക്കെ ഫറോവ വന്നപ്പോഴാണോ മൂസാ നബി ജയിച്ചിട്ടുള്ളത് എവിടെയാ? അതുകൊണ്ട് ഫറോവയുടെ അധികാരത്തിന്റെ ചെങ്കോല് കാണിച്ചിട്ട് പ്രേതാവതാരം പോലെ അധികാരത്തിന്റെ കസേരയിൽ നിന്നിട്ട് ഫറോവമാരെ പേടിപ്പിക്കുമ്പോ ആ സമയത്ത് ഓടി രക്ഷപ്പെടാനല്ല, നെഞ്ചു വിരിച്ച് നിൽക്കാനാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചു തന്നത്. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല സഹാബത്തോടുന്നത് കണ്ടപ്പോ അടുത്ത് നിന്ന് 2 സഹാബത്തിനെ വിളിച്ചു. ഒന്ന് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ, മറ്റൊന്ന് മഹാനായ സാലിം റളിയല്ലാഹു അൻഹുവിനെ. അവരോടി വന്നിട്ട് ചോദിച്ചു, എന്തേ സാബിത്തേ റളിയല്ലാഹു തആല അൻഹു? മഹാനവറുകൾ പറഞ്ഞു, യുദ്ധപ്പറമ്പിൽ ഒരു കുഴി കുഴിക്ക്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ കുഴി കുടിക്കാണോ? അതെ, നിങ്ങളൊരു കുഴി കുടിക്ക്. എനിക്ക് വേണ്ടി നിങ്ങളൊരു കുഴി കുടിക്കുമോ? ഇതൊക്കെ ലോകത്ത് പറഞ്ഞാൽ തീരാത്ത ചരിത്രത്തിന്റെ അനർഘനിർഗളമായ പ്രവാഹമാണ്. ആ യുദ്ധപ്പറമ്പിൽ കുഴി കുടിച്ചു. ആ കുടിയിലേക്ക് ഇറങ്ങി നിന്ന് കാൽ മുട്ടുവരെ മണ്ണിട്ട് മൂടിയിട്ട് വാളുമെടുത്തിട്ട് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, 1000 കോളിയിട്ട് യുദ്ധപ്പറമ്പിൽ സാബിത്ത് ഒറ്റക്കായാലും സാബിത്ത് ഓടുകയില്ല. എന്റെ നഫ്സെന്നോട് ഓടാൻ പറഞ്ഞാൽ മണ്ണിൽ കാല് കുഴിച്ചിട്ടിട്ടാണ് സാബിത്ത് നിൽക്കുന്നത്. ആർക്കെങ്കിലും എതിരിടാനുണ്ടോ എന്ന് ചോദിച്ച് ആ കാൽ മുട്ടുവരെ മണ്ണ് കുടിച്ചിട്ട കുടിയിലിറങ്ങി നിന്ന് യുദ്ധപ്പറമ്പിൽ എതിരാളികളോട് അടരാടി അവിടെ ഷഹീദായി വീണു മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. അന്ത തഈശു ഹമീദാ വതമൂതു ഷഹീദാ. ഇന്നമേ 14 നൂറ്റാണ്ട് പിന്നിട്ടിട്ട് തൃപ്പനച്ചി മക്കാമിന്റെ ഉറൂസില് മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ്, മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ്, മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് പറഞ്ഞില്ല നിങ്ങൾ റളിയല്ലാഹു അൻഹു ഹമീദായി ജീവിച്ചില്ല മോനെ. അന്ത തഈശു ഹമീദാ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവന്റെ നഫ്സിനെ പിടിച്ചു കെട്ടിയവന് മരിച്ചാൽ സ്തുതിക്കപ്പെട്ടവനായി ജീവിക്കുകയാണ്. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നീമക്കം മരിച്ചിട്ടും മണ്ണിന്റെ അടിയിൽ പോയാൽ 40ന്റെ ദിക്റ് കഴിഞ്ഞാൽ പിന്നെ ആണ്ടറതിക്ക് ആരെങ്കിലും ഓർത്താലായി അതോടെ മണ്ണിന്റെ അടിയിൽ നുരുമ്പിച്ച മണ്ണിലെ പുഴുക്കൾക്ക് രുചിയുള്ള ആഹാരമാവാനല്ലേ ഈ നഫ്സിന് കഴിയൂ. അല്ലാഹു നമുക്ക് ചിന്ത തരട്ടെ, അല്ലാഹു നമുക്ക് ചിന്ത തരട്ടെ. ഇത്തിബാഉൽ ഹവാ എന്നതിനെ മണ്ണിട്ട് കൂട്ടിപ്പിടിച്ച് ഈ മലമുകളിൽ ഇരുന്നപ്പോഴാണ്
സ്തുതിക്കപ്പെട്ടവനായി ലോകത്ത് ജീവിക്കപ്പെട്ടത്. ഇന്നും ആളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ വകവരുത്തി തരണേ തമ്പുരാനെ. ഏറ്റവും വലുത് ഇത്തിബാഉൽ ഹവായാൻ, അതിനെ മാറ്റണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലേക്ക് പോകാൻ ഒറ്റ കുറുക്കു വഴിയേ ഉള്ളൂ. ഏതാണത്? സ്വർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ കുറുക്കു വഴിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരട്ടെ? വേണ്ടേ? അലാവുദ്ദീന്റെ അത്ഭുത വിളക്കരട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന. സ്വർഗത്തിലേക്ക് പോകാൻ ഒരു കുറുക്കു വഴി. ഇവിടെ നിന്ന് കോട്ടക്കലേക്ക് പോകാൻ നേരെയുള്ള വഴിയേക്കാൾ ലാഭമാണ് കുറുക്കു വഴിക്കടെ പോവൽ. അപ്പൊ പിന്നെ നമ്മൾ ഏത് വഴിക്കടെ പോവുക? കുറുക്കു വഴി ഉണ്ടായിട്ടും വളഞ്ഞു ചുറ്റി പോണവന് പിന്നെ അന്തക്കേടാണെന്ന് ആളുകൾ പറയും. ഒരു കുറുക്കു വഴിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാൻ, നിങ്ങൾ ചെയ്യൂ? ഉറപ്പ്? ഉറപ്പ്? ഇൻഷാ അല്ലാഹ് 2 സൈസ് ഉണ്ട്. ഞാനല്ല, ഖുർആൻ. ഔ കമാ ഖാലൽ ഖുർആൻ. ഒന്ന് ഇൻഷാ അല്ലാഹ് ഇസ്രായേലി, ബനു ഇസ്രായേൽ പറഞ്ഞ ഇൻഷാ അല്ലാഹ്. പശുവിനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. നോക്കട്ടെ, അന്വേഷിച്ച് നോക്കട്ടെ, കിട്ടിയാൽ കൊണ്ടുവന്നു. ഇത് ബനു ഇസ്രായേലിന്റെ ഇൻഷാ അല്ലാഹ്. ഖുർആൻ സൂറത്തുൽ ബഖറ. ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. നോക്കട്ടെ, മഞ്ഞ നിറമുള്ള പശുവിനെ, ലാ ഫാരിദും വലാ ബിക്ർ, കന്യകയായ ഉടുതാത്ത മഞ്ഞ നിറമുള്ള യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫറാ, അങ്ങനെ ഒന്നിനെ കിട്ടി പരതി നോക്കട്ടെ. കിട്ടിയാൽ, കയ്യിൽ കിട്ടിയാൽ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. നോക്കട്ടെ, അത് പറ്റൂല. മുസ്ലിമിന്റെ ജീവിതത്തിൽ നോക്കട്ടെ, അത് പറ്റൂല. മുസ്ലിം എപ്പോഴും പ്രതീക്ഷയുള്ളവനാണ്. രണ്ടാമത്തെ ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ നബി പറഞ്ഞ ഇൻഷാ അല്ലാഹ്. മലത്തിൽ കടത്തിയിട്ട് മൂർച്ചയുള്ള കത്തി കഴുത്തിൽ വെച്ചിട്ട് അറുക്കട്ട മോനെ എന്ന് ചോദിച്ചപ്പോ കത്തിയുടെ തിളക്കത്തിന്റെ നേരെ കണ്ണുകൾ തൂർന്നു നോക്കുമ്പോ നമ്മൾ രണ്ടുപേരും ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലാ. ഇതാണ് ഇസ്മായിൽ നബിയുടെ ഇൻഷാ അല്ലാഹ്. ഇതിലിപ്പോ നിങ്ങൾ ഏതാ പറഞ്ഞത്? നിങ്ങളിപ്പോ ഏതാ പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ നബിയുടെയാ അതോ ബനു ഇസ്രായേലിന്റെയാ? എന്ന് ഞാൻ കരുതുകയാണ്. ഇതിൽ ആരെങ്കിലും പറഞ്ഞ ബനു ഇസ്രായേലിന്റെ ഇൻഷാ അല്ലാഹ് ആണെങ്കിൽ അപകടം വലുതാണ്. എന്തുകൊണ്ട്? ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൂ വകാനൂ യഅ്തദൂൻ. ബനു ഇസ്രായേലിന്റെ സന്തതികളെ നബിമാര് മുഴുവനെ ശപിച്ചത് അവർ പറഞ്ഞതിന് വിപരീതം ചെയ്തുകൊണ്ടാണ്. വലിയ കുടുക്കാണ്. ഖുർആൻ അങ്ങനെ പഠിച്ച് നമ്മൾ കോർത്തിണക്കി പോയാൽ നമ്മൾ അതിലൂടെ അങ്ങ് വല്ലാതെ യാത്ര ചെയ്തു പോകും. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു ഖുർആന്റെ മാധുര്യം നമുക്ക് തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. സംഭാവനയുടെ ബക്കറ്റൊക്കെ വെച്ചാൽ ഞാൻ എടുപ്പിച്ചോളാം, സന്തോഷം പോലെ. അള്ളാഹു നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരട്ടെ. ഖുർആൻ ഒരു ഭയങ്കര ഗ്രന്ഥമാണ്. ഇവിടെ അൽഹംദുലില്ലാ 150 എത്ര ജൂനിയർ കോളേജില് 150 ഹിഫ്ളിന് 15 കുട്ടികൾ ഹിഫ്ളിന് പഠിക്കുന്നുണ്ട്. നിങ്ങളൊരു കുട്ടി ഹാഫിളാവാൻ പഠിക്കണമെന്ന് വിചാരിച്ച അവ കോടീനറക്കണം മുരിയാരാവാൻ പഠിച്ചു എന്നാണ് നമ്മൾ കരുതണത്. അല്ല, ജാമിയയുടെ നൂറിയൽ കോളേജില് കുറെ മുരിയാക്കന്മാരുന്ന നിങ്ങൾ കരുതണ എന്താ? ഈ താടിയും തലപ്പാവും ഒക്കെ ദുനിയാവ് തിരിയാത്ത കുറെ പച്ചപ്പാവങ്ങളാണെന്നാണ് നിങ്ങളുടെ ധാരണ. അല്ല മനുഷ്യന്മാരെ, ഇവരെക്കാൾ വലിയ സയന്റിസ്റ്റ് ഇല്ല. ഖുർആൻ പഠിച്ചവനേക്കാൾ വലിയ ആസ്ട്രോണമിസ്റ്റ് ഇല്ല. ഖുർആൻ പഠിച്ചവനേക്കാൾ വലിയ ശാസ്ത്രജ്ഞനില്ല. ഞാൻ ശാസ്ത്രം ഒന്നും പറയണില്ല, തൽക്കാലം ട്രോളിന്റെ നടുവിലാണ്. ഇനിയിപ്പോ ട്രോളിന്ന് ഓർത്തിട്ട് ഞാൻ മറുപടി പറയാല്ലെന്നാ. ചില സമയത്ത് നമ്മൾ പൊട്ടനാവണം, ചില സമയത്ത് നമ്മൾ പൊട്ടനാവണം, എന്നാൽ നമുക്ക് ജയിക്കാൻ പറ്റും. അല്ല ഇല്ല എന്ന് പറയണവനോട് പിന്നെ മറുപടി പറഞ്ഞിട്ട് കാര്യം. അല്ല ഉണ്ടെന്ന് പറയുന്നോടല്ലേ ആഖിറത്തിന്റെ ശിക്ഷ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇത് അല്ല ഇല്ല എന്ന് പറയുന്ന നബിതങ്ങളെ പോലും ട്രോളുന്നവനോട് നമ്മൾ ഹദീസ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അവിടെ സലാം പറയലാണ് നല്ലത്. വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അതാണ് ചില സമയത്ത് നമ്മൾ പച്ചപ്പൊട്ടനാവണം. പച്ചപ്പൊട്ടൻ ഒന്നും കേട്ടിട്ടില്ല നമ്മൾ, എന്നാലേ ജയിക്കൂ. കാടു മരത്തിന്റെ മുകളിൽ കയറുന്നവന് സ്വർണ്ണ കിരീടം ചില്ല. നോക്കി ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആളുകളും തവള ഒന്നും ശ്രദ്ധിച്ചില്ല. ഒരു മരത്തിന്റെ മുകളിൽ കയറി കിരീടം ആർക്ക് കിട്ടി? തവളക്ക് കിട്ടി. എല്ലാരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ രാജാവ് കിരീടം സമ്മാനിക്കാൻ രാജാവ് വന്നു. തവള കിരീടം മേടിക്കാൻ വേണ്ടി വന്നപ്പോ
രാജാവ് ചോദിച്ചു, എല്ലാവരും പരാജയപ്പെട്ടെടുത്ത് നീ എങ്ങനെയാണ് കൊച്ചു തവളയെ വിജയിച്ചതെന്ന് ചോദിച്ചപ്പോ ഈ തവള ഒന്നും മിണ്ടിയില്ല, രാജാവിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിന്നു. രണ്ടാമതും ചോദിച്ചു, നീ എങ്ങനെ വിജയിച്ചു? അപ്പോഴാണ് കഥയുടെ ട്വിസ്റ്റ്. അപ്പുറത്ത് നിന്ന് ഈ തവളയുടെ അമ്മ പറഞ്ഞു, രാജാവേ, അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്, അവന് ചെവി കേൾക്കൂല. അവൻ പൊട്ടനാണ്, അവന് ചെവി കേൾക്കൂല. മരം കയറാൻ ശ്രമിച്ചപ്പോ ചുറ്റുഭാഗത്ത് നിന്ന് കൊമ്പന്മാര് കൂക്കി വിളിച്ച് പരിഹസിച്ചപ്പോ പൊട്ടനായതുകൊണ്ട് ചെവി കേൾക്കാത്തത് കൊണ്ടാണ് തവളയ്ക്ക് മരത്തിൽ കയറാൻ പറ്റിയത്. പൊട്ടനല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് നിന്ന് പരിഹസിച്ചവന്റെ പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റ് തവള പാതിവടിയിൽ അതിന്റെ ശ്രമം ഉദ്ദേശിച്ചിട്ട് തിരിച്ചു പോയേനെ. നമ്മളൊരു വലിയ മരം കയറുകയാണ്. ആ മരം കയറുന്ന കൊമ്പനാനകളും വമ്പനാനകളും കൂക്കി വിളിക്കാൻ പറ്റാത്തൊരു പച്ച പൊട്ടനാണ് നമ്മൾ. തൽക്കാലത്തേക്ക് നല്ല ബുദ്ധി തരട്ടെ. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ കൂടിയ എൻ്റെ ആളുകളോട് വരെ ചിലപ്പോൾ നമ്മൾ പൊട്ടന്മാരാവണം. പഠിക്കാൻ ഖുർആൻ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആര് ടോളിയാലും ശരി, ഞാൻ എൻ്റെ ഇതുമായിട്ട് മുമ്പോട്ട് പോകും, അത് ഉറപ്പാണ്. ഈ ഖുർആനിനെ ലോകത്തിന്റെ മുമ്പിൽ പറയും, അത് ഉറപ്പാണ്. ഇനി ആർക്കെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന് ഞാൻ പറയും, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞപ്പോഴാണ് ആളുകൾക്ക് ദേഷ്യം പിടിച്ചത്. ലോകത്ത് ആദ്യമായി എണ്ണൽ സംഘ പഠിപ്പിച്ചത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഒരു സംരംഭത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ധാരാളം ആലിമീങ്ങളുണ്ട്. നിങ്ങൾ വിചാരിച്ചത് മോനെ കൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇരുത്തിയിട്ട് 1 2 3 4 5 6 7 എന്ന് പറഞ്ഞപ്പോ പടച്ചവനെ ദുനിയാവ് ആഖിറവും നേടിയല്ലോ എന്നുള്ള പാൽപുഞ്ചിരിയുണ്ട് നമ്മുടെ മുഖത്ത്. ആ സമയത്ത് 10 വയസ്സായ കുട്ടിയെ ആബദ് ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന ആഖിറത്തിന്റെ പാഠം പഠിപ്പിച്ചു വിട്ടപ്പോ ഇവിടെ സ്ത്രീകൾ ധാരാളം ഉണ്ടല്ലോ. ഉമ്മമാരെ, അവർ ആഖിറവും ദുനിയാവും ഇല്ലാത്തവനാണ് നീ ധരിച്ചെങ്കിൽ തെറ്റിപ്പോയി. നിന്റെ മക്കൾ LKGയിൽ 1 2 പഠിപ്പിക്കുന്നതിന് മുമ്പേ ഖുർആനാണ് NLCക്ക് പഠിപ്പിച്ചു തന്നത്. അല്ലേ? ആണെന്ന് തലയാട്ടി എവിടെയാന്ന് നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങളൊന്ന് പറയ്. നിങ്ങൾ സമീന വത്തേന ഉഫ്രാന കറബന അത് പറ്റൂല. അള്ളാഹുവിന്റെ ഖുർആനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. 1 മുതൽ 12 വരെ പഠിപ്പിച്ചതാരാ? فادع إلى طعام واحد فأرسلنا إليهم 2 فعززنا بثالث فخذ 4 من الطير سيكونون 5 الذي خلق السماوات والأرض وما بينهما في 6 أيام الذي خلق 7 سماوات طباقا 8 أزواج وكان في المدينة 9 رهط تلك 10 كاملة إني رأيت 11 كوكبا إن عدة الشهور عند الله 12 شهرا. നിങ്ങൾ ചിന്തിക്കുകയും ബുദ്ധിയുണ്ടെങ്കിൽ ഇവരെന്നും ജീവിതം കഴിച്ചത് വെറും ഒരു ദുനിയാവിന് വേണ്ടി മാത്രമല്ല, ആഖിറത്തിന്റെ ഗ്രന്ഥത്തിനാണ്. നിങ്ങളൊന്ന് എണ്ണിക്കേ. വാഹിദ് ഒന്ന് സഹരിക്കും മനുഷ്യന്മാരെ. വാഹിദ് 1 فأرسلنا إليهم 2 سيكونون 3 فخذ 4 من الطير سورة آل عمران سيكونون 5 سورة الكهف 5 الذي خلق السماوات والأرض وما بينهما في 6 أيام 6 سورة المؤمن الذي خلق 7 سماوات طباقا 7 سورة نوح 8 أزواج 8 سورة الأعراف وكان في المدينة 9 رهط 9 سورة القصص تلك 10 كاملة 10 سورة البقرة إني رأيت 11 كوكبا 11 11 إن عدة الشهور عند الله 12 സൂറത്ത് തൗബ 12. എന്താ നമുക്ക് കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ച? ഇനി ഒത്തിരി ഉണ്ട്, ഞാൻ അതിലേക്ക് എൻ്റെ വിഷയം തീരൂല. ഇതൊന്നും പണ്ടാരവന് ദിക്കളിയൊന്നും ഒരു കളിയല്ല. ഇത് 6 അടി മണ്ണിലേക്കുള്ള വിജ്ഞാനത്തിന്റെ തിരികൊളുത്തലാണിത്. അതുകൊണ്ടാണ് ആ മഹാനായ മനുഷ്യൻ ഇവിടെ ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ പഠിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നടക്കും. അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ.
അള്ളാഹു അതിനെ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു അതിനെ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവടിയതാ. ആ കുറുക്കുവടി വേറൊന്നുമല്ല. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹന നഫ്സന ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, നാളെ പടച്ചിറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെ ഭയക്കുകയും വനഹന നഫ്സ, ശരീരത്തെ ദേഹേച്ഛയിൽ നിന്ന് തടയുകയും ചെയ്തവനാരോ ആണ് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവടിയിൽ പ്രവിധ ശരീരത്തിന്റെ മോഹങ്ങളെ ഇല്ലാതാക്കുക. അല്ലാഹുവേ, അല്ലാഹുവേ, സ്വന്തം ശരീരത്തെ അതായത് കൊണ്ടാണ് പോക്കറ്റ് അവിടെ തന്നെ വന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞങ്ങൾക്ക് മോഹം അതില്ലായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്നിടത്ത് ബക്കറ്റ് ഇടണം. നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ്. കാരണം എന്താ? അങ്ങനല്ലേ ഔലിയാക്കള് ചെയ്തത്? അങ്ങനെയല്ലേ ഔലിയാക്കള് ചെയ്തത്? അള്ളാഹു നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ബക്കറ്റുമായി സംഘാടകര് വരും. ഇവിടെ ബക്കറ്റ് വരുന്ന ഒരു കാര്യം പറയേണ്ട കാര്യമില്ല. നിൽക്കുന്നത് എവിടെയാണ്, ആരുടെ മുമ്പിലാണ്? ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസിലാണ് എന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈ കനത്ത ചൂടിനെ വകവയ്ക്കാതെയും ഇവിടെ ഇത്രയും ആളുകൾ അക്ഷമരായിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പണ്ഡിതനല്ല. അറിവ് പറയാൻ ഞാനൊരു പണ്ഡിതനല്ല. പരിത്യാഗം പറയാൻ ഞാനൊരു സാത്വികനല്ല. ലാളിത്യം പറയാൻ ഞാനൊരു പരിത്യാഗിയുമല്ല. വൈഭവം പറയാൻ ഞാനൊരു വിദഗ്ധനുമല്ല. ഞാൻ വെറും ഒരു പാവപ്പെട്ടവൻ മാത്രം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. വന്നതേത് ആഗ്രഹം വെച്ചിട്ടാണോ ആ മനസ്സിലെ ആഗ്രഹം വെച്ചിട്ട് 3 സലാത്ത് ചൊല്ലി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ബക്കറ്റുമായി സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ വരും. ഒരു നല്ല സദഖ മനസ്സറിഞ്ഞ് ഒരു നല്ല വലിപ്പമുള്ള സദഖ ബക്കറ്റിലേക്ക് ഇടീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നാടിന്റെ നാനാഭാഗത്തു നിന്ന് വന്നണഞ്ഞു പോയ പരശതം പണ്ഡിതന്മാര്, സദാത്തികളും സാധാരണക്കാരുടെ ഉലമാക്കളും ഉമക്കളും ഒരാത്മീയ സദസ്സിന് നിനക്കിട്ടപ്പെട്ട തൂവെള്ള വസ്ത്രം ധരിച്ച് നിന്റെ മുമ്പിൽ യാചകരെ പോലെ നിൽക്കുന്നു അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിനെ നീ സ്വീകരിക്കും പുരാനെ. അല്ലാഹുവേ, ഈ സദഖ ചെയ്തോ. ഞങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലെത്തിയപ്പോ ഇന്നലകളിലെ പാവങ്ങൾ പുറക്കു കാരണമായല്ലോ. ഇതാണ് പരലോകത്തിന്റെ പാതയത്തവർക്കുന്ന പെണ്ണ് മഹാനവകളുടെ മുമ്പിലൂടെ ഒരു ചെറിയ വിലപിടിപ്പുള്ള പാത്രമായി കടന്നുപോയി. ആ പെണ്ണിന്റെ കൈവെടുതിയിട്ട് പാത്രം താഴേക്ക് വീണ് പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയ ക്രിസ്റ്റലിന്റെ ആ പൊട്ടിപ്പോയ പളുങ്ക് പാത്രത്തിന്റെ ചീള് മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തോട്ട് തുളച്ചു കയറി. ആ പെൺകുട്ടി പേടിച്ചു പോയി. യജമാനൻ തന്നെ അടിക്കുമോ? യജമാനൻ എന്നോട് പകരം വീട്ടുമോ? തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ പകരം വീട്ടിയിട്ടില്ല. ഇകഴ്ത്തിയവരോട് ഉപദ്രവിച്ചവരോട് പരിഹസിച്ചവരോട് അപഹസിച്ചവരോട് താഴ്ത്തിക്കെട്ടിയവരോട് കല്ലെറിഞ്ഞവരോട് അവരോടൊക്കെ പുഞ്ചിരിയുടെ ആ മെലിഞ്ഞ കൃഷകാത്രനായ മനുഷ്യന് പുഞ്ചിരിയോട് അവരെല്ലാം നേരിട്ട് പോയി. ഇത് പരിത്യാഗത്തിന്റെ പരിപ്രേക്ഷ്യമാണ്. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പാത്രം പൊട്ടിച്ചതിന്റെ പേരിൽ യജമാനൻ തന്നെ അടിക്കുമല്ലോ എന്നോർത്തപ്പോ ആ പെൺകുട്ടി മഹാനവറുകളുടെ മുമ്പിൽ ഖുർആന്റെ ആയത്തോതിയത്രേ. ഖുർആന്റെ ആയത്തോതുകയാ. വൽ കാളിമീനൽ ഗൈള വൽ കാളിമീനൽ ഗൈള വൽ കാളിമീനൽ ഗൈള വൽ കാളിമീനൽ ഗൈള. ദേശം വരുമ്പോ അടക്കി പിടിക്കുന്നവർ. ആയത്ത് കേട്ട ഉടനെ ഈ സ്ഫടികത്തിന്റെ ചീള് തന്നെ മുഖത്ത് മുറിവുണ്ടാക്കിയിട്ടും സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല പറയാ, കലം തുകലബീ
ഞാൻ എന്റെ ദേശത്തെ അടക്കി പിടിക്കുകയാണ്. ഉടനെ ആ പെണ്ണ് രണ്ടാമതോതി ജനങ്ങളോട് പുറത്തു കൊടുക്കുന്നവൻ. ഉടനെ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല പറഞ്ഞു, അത്രേ അഫൗതുകി, പെണ്ണേ നീ ചെയ്ത ഈ തെറ്റ് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. നിർത്തിയില്ല മിടുക്കി പെണ്ണ്. ആ പെണ്ണ് വീണ്ടും ഓതിയത്രേ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ദേശം അടക്കി പിടിക്കൽ മാത്രമല്ല, പുറത്തു കൊടുക്കൽ മാത്രമല്ല, തന്നെ ഉപദ്രവിച്ചവനോട് നന്മ തിരിച്ചു ചെയ്യുകയും ചെയ്താൽ ഈ ആയത്തോടെ എന്ന താമസം മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല പറഞ്ഞു, പെണ്ണെ അന്തി ഹുർറുൻ, നീ ഇപ്പോൾ മോചിതയാണ് പെണ്ണെ. എന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കുകയാണ്. അടിമത്തത്തിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കുകയാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോ തന്റെ മുമ്പിൽ കണ്ട നന്മ ചെയ്ത മഹാരഥന്മാരാണ് ആത്മീയ പരിത്യാഗത്തിന്റെ കാലചക്രത്തിന്റെ ചക്രവാളത്തിലൂടെ മാരിവില്ലിനേക്കാൾ വലിയ മനോഹരമായ ദീപസ്തംഭങ്ങളായി മാറിയത്. അല്ലാഹു നമുക്കുമെല്ലാം പരിത്യജിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ല വസ്ത്രമെടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹു മനസ്സിൽ നമുക്ക് ലാളിത്യം നൽകട്ടെ. ഗാംഭീര്യത്തെ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ വാത്. അല്ലാഹു നമ്മുടെ മനസ്സിനത് നൽകുമാറാകട്ടെ. അതെല്ലാവർക്കും കഴിയണമെന്നില്ല. അലക്കിയിട്ടും മടക്കി വെച്ച ഒരു വസ്ത്രം, ആ വസ്ത്രം എടുത്ത് അങ്ങനെ തന്നെ വീട്ടിൽ ഇസ്തിരി ഉണ്ട്, കരണ്ട് ഉണ്ട്, അതൊന്ന് തേക്കാതെ ജനങ്ങളുടെ ഇടയിലൂടെ ഇട്ടുകൊണ്ട് നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റുമോ? എനിക്ക് പറ്റൂല. എനിക്ക് തേക്കണമെന്ന് മാത്രമല്ല, ഒരു 1/2 ലിറ്റർ പശയും കൂടെ മുക്കണം. അതുകൊണ്ടാണ് ഇത് ഖദർ പോലെ ഇരിക്കണം. അള്ളാഹ് ഖദറാക്കിയതാണ്. ഞാൻ എന്റെ നഫ്സിനോടാണ് ആദ്യം, ശേഷം നിങ്ങളോടാണ്. ഈ വഹല് അലക്കുകാരന്റെ വഹലാണ്. അലക്കാരൻ തുണി അലക്കി ആദ്യം കയ്യെ വെളുക്കും, പിന്നെ തുണി വെളുക്കും. ഇത് കൈ വെളുക്കാനുള്ള വഹലാണ്. ഇവിടെ തുണി വെളുക്കാനുള്ള വഹലല്ല. ഇത് അലക്കുകാരന്റെ കൈ വെളുക്കാനുള്ള വഹലാണ്, തുണി വെളുക്കാനുള്ള വഹലല്ല. അപ്പൊ ഞാൻ ആദ്യം എന്റെ നഫ്സിനോട് ഫലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, എടാ ഉമറെ, നീ ആരാണടാന്ന് ചോദിച്ച ആത്മീയ വിചാരണയുടെ ആദ്യ പാഠത്തിൽ നിന്ന് ഞാൻ ചോദിക്കുക. തേക്കാൻ വീട്ടിൽ ഇസ്തിരി ഉണ്ട്, നല്ല സൗകര്യമുണ്ട്, ഖാദിമീങ്ങളുണ്ട് തേച്ച് മടക്കി തരാൻ. ഈ തേക്കാതെ ഇട്ടിട്ട് നമ്മളൊരു കല്യാണത്തിന് ഇറങ്ങുമോ? മനുഷ്യന്മാര് ഇറങ്ങുമോ? ഇല്ല. ഖാദിമീങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിട്ടും ഒന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ പുറകിലുണ്ടായിട്ടും ഇത് തേക്കാതെ നീലമുക്കി നടക്കാൻ ആനക്കുര കോയക്കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകൾക്ക് കഴിഞ്ഞു എന്നെടുത്താണ് പരിത്യാഗത്തിന്റെ വില. നമുക്ക് യഥാർത്ഥത്തിൽ ഈ നിസ്സാര കാര്യം പോലും നമ്മളെ കൊണ്ട് കഴിയില്ല. അതൊരു വലിയ ഭാഗ്യമല്ലേ അങ്ങനെ കഴിയ. നമ്മളൊക്കെ പടച്ചോനെ ചുളുങ്ങിയിരിക്കണല്ലോ അള്ളാഹുവെ. പിന്നെ ഇപ്പൊ ആളുകൾ നോക്കണുണ്ടായിരിക്കുമല്ലോ പടച്ചോനെ. അവിടെയല്ല വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്തവനെ അള്ളാഹ് ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പോ ചെയ്യാൻ കഴിയുന്ന നന്മ അടിമപ്പെണ്ണെ നിന്നെ മോചിപ്പിക്കലാണ്. നീ മോചിതയായി. ഇനി ഉണ്ടാകുമോ ഇങ്ങനെ ഒരു വിളക്കുമാടങ്ങൾ ലോകത്ത്? ഇനി ഉണ്ടാകുമോ ഇങ്ങനെ ഒരു വിളക്കുമാടങ്ങൾ ലോകത്ത്? അള്ളാഹു ആ വിളക്കുമാടങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്ര വിസ്മയിപ്പിച്ച ആത്മീയ ദീപസ്തംഭങ്ങളുടെ വെളിച്ചത്തിന്റെ ചാരത്ത് നിൽക്കുന്ന ഈ പാട്ടുകളായി അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒത്തിരി നീട്ടിപ്പരത്തി ഞാൻ പറയുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ നമുക്ക് ചിലയിടത്തൊക്കെ എത്തിച്ചേരണം. അത് നമ്മുടെ ഏറ്റവും വലിയൊരു ഒരു ചുമതലയായി നമ്മൾ മനസ്സിലാക്കണം. ഇവരൊക്കെ ഇങ്ങനെ എത്തിയതെന്താ, എങ്ങനെയാണ്? ഇൻഷാ അല്ലാഹ് നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളിരിക്കും, പക്ഷെ ഉസ്താദന്മാരൊക്കെ ഒത്തിരി നേരം കൊണ്ടിരിക്കാൻ, അവരൊക്കെ ഈ വാദം തീർന്നിട്ട് വേണം പോവാൻ. നാളെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്.
ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പറഞ്ഞത്? ആ സമയം ആ മനുഷ്യൻ പറഞ്ഞു, തിരക്കൊഴിഞ്ഞിട്ട് എന്റെ മുമ്പിലിരിക്ക്, എനിക്ക് തിരക്കില്ല, പറയിൻ. അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു, ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖറഫഹാ വസയ്യനത് വലന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ. സൂറത്തുൽ കഹ്ഫിന്റെ സൂറത്ത് യൂനുസിന്റെ ആയത്തോതി മഹാനവറുകൾ പറഞ്ഞു, ഈ വിസ്മയ പ്രപഞ്ചം ഇത് നാളെ ഒന്നുമില്ലാതെ നിങ്ങൾ അവസാനിച്ചു പോകും എന്ന വാക്ക് കേട്ടപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനെ നന്നാക്കിയ വാക്കേതാ? കന്നക തമൂത്തുകഥാ, നാളെ നീ മരിച്ചു പോകുമെന്ന് ഉറപ്പിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, 12 മണി വരെ പാതിരാത്രി വരെ പറയുന്നതിലല്ല, നമ്മുടെ ജീവിതം നാളെ മരിക്കുമെന്ന് ഉറപ്പാക്കി ഏത് ജീവിതത്തിലെത്തിയോ ആ ജീവിതത്തെ നമ്മൾ പരമാവധി ജീവിതത്തെ നന്നാക്കി കൊടുക്കുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ജീവിതത്തിന്റെ പാതയിലൂടെ മുന്നേറുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര വലുതായാലും യുവാക്കളെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നണ്ട ഇത് ചെറുപ്പക്കാരന് മാത്രമാണെന്ന്. വയസ്സിന് നന്നാവണം. ഇത് വെയിൽ കൊണ്ടിട്ട് നരച്ചതല്ല, ഇത് അസ്രായിൽ വരുന്ന എന്റെ അടയാളമായിട്ട് അള്ള തന്നതാണ്. ഒരു സാത്വികനായ തൃപ്പനച്ച് മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ കൃഷഗാത്രനായ ഒരു മനുഷ്യനായിരുന്നു, അല്ലെ? വളരെ മെലിഞ്ഞ്, കണ്ടാൽ ഒരു സാത്വികൻ എന്ന് മുഖത്തൊട്ടിച്ചു വെച്ച ഒരു പാവപ്പെട്ട വന്ധ്യവയോധികൻ. ആ വയോധികൻ ഞാൻ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ചൂട് കൂടുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ മെല്ലെ എഴുന്നേക്കണമെന്ന് എനിക്കറിയാം. പിന്നെ ചില ആളുകൾക്ക് ധൃതിയുണ്ടാവും. ഏറ്റവും ദൂരെ പോകേണ്ട ആൾ ഇക്കൂട്ടത്തിൽ ഞാനാണ് എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ദൂരെ പോകേണ്ട ആൾ ഞാനാണ് എന്ന് നിങ്ങളോട് പോകാൻ, അതോ വീട്ടിലെത്തൂലല്ലോ പടച്ചോനെ 12 ആകൂലോ എന്ന് ഓർത്തവരോട് ഏറ്റവും ദൂരെ പോകേണ്ടത് പ്രസംഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് നിർത്തിയേക്കാം എന്നൊരു സമാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് ഞാനിത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മഹാന്മാരെ പോലെ ജീവിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, എൻ്റെ ചെറുപ്പക്കാരെ, അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു എന്നതിൻ്റെ അടയാളമാണ് തലമുടിയൊക്കെ നരച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും നല്ല ജീവിതമാക്കി മാറ്റണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരേ ഒരു കാര്യം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥ പറഞ്ഞ് ഞാൻ ഈ സമാപനം കുറിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഒരു ദ്വീപിൽ ആരുമില്ലാത്ത 2-3 കൂട്ടുകാർ മാത്രമല്ല, 3 കൂട്ടുകാർ മാത്രമുള്ള ഒരു ദ്വീപിൽ ഒരു മനുഷ്യൻ താമസിച്ചു അത്രേ. ഇതൊരു ഏകാന്തകതയല്ല, ഇത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാ. 3 സഹവാസികളും കൂട്ടുകാരുമുള്ള ഒരു ദ്വീപിലൊരു മനുഷ്യൻ താമസിച്ചു അത്രേ. അതിലൊരു കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ, എപ്പോഴും കൂടെയുള്ള, എപ്പോഴും കണ്ടാൽ സംസാരിക്കുന്ന ഏറ്റവും നല്ലൊരു കൂട്ടുകാരനാണ്. രണ്ടാമത്തെ കൂട്ടുകാരൻ അയാൾ അത്രത്തോളം അടുത്ത ആളല്ല, അദ്ദേഹത്തോട് ആദ്യത്തെ ആളെ പോലെ അടുപ്പമില്ല. മൂന്നാമതൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരന് വല്ലപ്പോഴും മാത്രം കണ്ടാൽ സംസാരിക്കുന്ന ആളാ. ഈ 3 കൂട്ടുകാരല്ലാതെ മറ്റൊരാളില്ലാത്ത ദ്വീപില് താമസിച്ച ഈ മനുഷ്യന് ഒരു ദിവസത്തിന് അദ്ദേഹത്തിനൊരു ലെറ്റർ കയ്യിൽ കിട്ടി. നാളെ രാവിലെ ഈ ദ്വീപിൽ നിന്ന് നിങ്ങൾ യാത്രയാകണമത്രേ. ആ ലെറ്റർ കയ്യിൽ കിട്ടിയപ്പോ സ്വാഭാവികമായി നാളെ ഇവിടെ നിന്ന് യാത്ര പറയണമെന്ന് ഓർമ്മ വന്നപ്പോ ആ മനുഷ്യൻ എന്റെ ആദ്യത്തെ കൂട്ടുകാരന്റെ അടുക്കൽ പോയി. എപ്പോഴും കാണുന്ന, ഏത് സമയത്തും എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന, താൻ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്ന കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ യാത്രയാവുകയാ. ചിന്തിക്കേണ്ട കഥയാണിതാ. കൂട്ടുകാരൻ പറഞ്ഞു, അത്രേ, നീ പോയിക്കൊള്ളുക, അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? അത്ഭുതപ്പെട്ടു പോയ മനുഷ്യൻ ഇത്ര നാള് കൂടെ നടന്നിട്ട്
അയാൾ തന്റെ കൂടെ വരുന്നില്ലല്ലോ. രണ്ടാമത്തെ കൂട്ടുകാരന്റെ അടുക്കൽ പോയി അയാളോട് പറഞ്ഞ് നാളെ രാവിലെ ഞാൻ യാത്രയാവുകയാണ്. ആ സമയത്ത് ആ കൂട്ടുകാരൻ പറഞ്ഞു, അങ്ങനെ നീ പോവുകയാണെങ്കിൽ നിന്നെ വാഹനം കയറ്റി വിടുന്നത് വരെ ഞാൻ നിന്റെ കൂടെ വരാ. മൂന്നാമത്തെ വല്ലപ്പോഴും മാത്രം കാണുന്ന കൂട്ടുകാരന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നാളെ എന്റെ അവസാനത്തെ ദിവസമാ, ഇവിടുത്തെ പരിചയത്തിനും സൗഹൃദത്തിനും സമാപ്തി കുറിച്ച് ഞാൻ ഇവിടെ നിന്ന് യാത്രയാവുകയാ. തീരെ അവഗണിച്ചിട്ടിരുന്ന വല്ലപ്പോഴും മാത്രം കണ്ട കൂട്ടുകാരൻ പറഞ്ഞു, എന്നാൽ നീ എവിടേക്കാണോ പോകുന്നത്, അവിടെ എത്തുന്നത് വരെ, നിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെ ഞാൻ നിന്റെ കൂടെ വരാ. ഇത് അഹമ്മദ് കബീർ ബാക്കവി വെറുതെ ഒരു സാങ്കല്പിക കഥ പറഞ്ഞതല്ല. ലോകത്തിലെ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിർ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വളർത്തിയ നമ്മുടെ പൊന്നുമക്കളാ. അത് പറഞ്ഞതുപോലെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത് വരെ വാപ്പാന്റെ പുറകിൽ കിടന്ന് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാ. മൂന്നാമത്തെ കൂട്ടുകാരനാരെന്ന് നിന്റെ ലക്ഷ്യസ്ഥാനം എവിടെയാണോ വരാമെന്ന് പറഞ്ഞ കൂട്ടുകാരന് അതാണ് അതാണ് വല്ലപ്പോഴും മാത്രം നമ്മൾ ചെയ്യുന്ന, വളരെ പരിമിതമായി നമ്മൾ ചെയ്യുന്ന ഏറ്റവും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ. അത് വല്ലപ്പോഴുമൊക്കെയാണ് നമ്മൾ ചെയ്യുക. അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് അശരണരും അഗതികളും നിരാലംബരുമായി പൊട്ടിക്കരയുന്ന കണ്ണുമായിട്ട് തൃപ്പനച്ചിൽ വന്നവര് സാന്ത്വനത്തിന്റെ തെളിനീര് നൽകി പറഞ്ഞുവിട്ട ഈ മഹത്തായ പരമാണ്. ഇൻഷാ അല്ലാഹ് ഈ ബിൽഡിംഗ് പൂർത്തീകരിച്ച് 500ഓളം ആലിമീങ്ങൾ ഇവിടെ പഠിക്കുന്ന മഹാനവ സാധിപ്പിച്ചു തരും. ഈ സംഘാടകർ സ്ലിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപ. ഈ സദസ്സിന്റെ ദുആ നടക്കുമ്പോ ഒരു സ്ക്വയർ ഫീറ്റ് 2 സ്ക്വയർ നടത്താണ്. 10 മണിയായി എന്ന വിഷയമാണ്. 10 വിഷയം കബറിലേക്ക് എത്തി. ഞാൻ ചോദിച്ചു, മുഅ്മിനീങ്ങളെ, ഇന്നിവിടെ നിന്ന് വീട്ടിലെത്തുമെന്ന് ഉറപ്പുള്ളത് ആർക്കാണുള്ളത്? മുത്തം പറഞ്ഞിട്ട് വന്ന മക്കളുടെ മുമ്പില് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്താണോ എത്തുന്നതെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ മക്കളുടെ അടുക്കിലേക്ക് ഇന്ന് തിരിച്ചു പോവുകയാണ് 5 ദിവസത്തിന് ശേഷം. ആർക്കറിയാം റബ്ബേ, ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നീ എത്ര ചേർത്തെഴുതിയിട്ടുണ്ടെന്ന്, എപ്പോഴാണ് റൂഹ് വന്ന് പിടിച്ചു പോകുന്നതെന്ന്, എപ്പോഴാണ് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതെന്ന് ഞാൻ ആ സമയത്ത് ചോദിച്ചു. സ്വപ്നങ്ങൾ തകർന്നില്ല മോനെ. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്റെ കയ്യിലൊരു വെള്ള പേപ്പർ പറഞ്ഞു, ഉസ്താദേ, പുത്തനത്താണിയിലെ കാർ അപകടം നടന്നു. ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മരുമകളും തൽക്ഷണം മരണമടഞ്ഞു. 2 പേര് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കാണ്. ദുആ ചെയ്യണം. പടച്ച റബ്ബേ, അവിടെ വെച്ച് ദുആ ചെയ്തു. രാവിലെ ഞാൻ അതാരാന്നറിയാൻ പത്രം എടുത്തു നോക്കുമ്പോ ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന മസ്കറ്റിൽ ജോലി ചെയ്യുന്ന നൗഷാദിന്റെ പിതാവാണ്. അദ്ദേഹത്തിന് ഒരൊറ്റ രാത്രി, ഇന്നലെ രാത്രി കൊണ്ട് മസ്കറ്റിന്റെ മരുപ്പറമ്പിൽ ജോലി ചെയ്ത പുത്തനത്തിനക്കാരൻ നൗഷാദിന് നഷ്ടപ്പെട്ടത് ഒരൊറ്റ നിമിഷം കൊണ്ട് ഉപ്പയെയും ഉമ്മയെയും സ്വന്തം ഭാര്യയുമാണ്. പൊന്നുമോള് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. ഒരു നിമിഷം കൊണ്ട് തകരുമ്പോ പത്രത്തിൽ രാവിലെ മരിച്ച ഹസൻ മുസ്ലിയാരുടെ ഫോട്ടോ കണ്ടു. ഇതുപോലെ രോമാനിത്തൊപ്പി തലയിലിട്ട്, ഇതുപോലെ ഈമാനുള്ള താടി വെച്ച്, ഇതുപോലൊരു വസ്ത്രം ധരിച്ചിട്ടൊരു മുസ്ലിയാരാണ്. ഞാൻ സദസ്സിലേക്ക് വന്ന് അദ്ദേഹത്തെ കണ്ടപ്പോ എന്റെ മനസ്സിന്റെ ചിന്തകൾ അവിടേക്ക് പാഞ്ഞുപോയി. അങ്ങനെയാണല്ലോ, മരണത്തെക്കാൾ വലിയ വാഴനില്ലല്ലോ. വമൻ അറാദ വായിലൻ ഫൽമൗതു യക്ഫീ. ആർക്കെങ്കിലും ഒരു വാഴ് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മരണം മതി, മരണം മതി. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സഹാബത്ത് പറഞ്ഞു, നബിയെ, മക്കയിലൊരു പ്രാസംഗികം വന്നിട്ടുണ്ട്. എന്തോ ഒരു വാളാണ് അയാളുടെ, ഏതൊക്കെ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്? ഹബീബായ മുത്തൊടനെ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആകാശഭൂമികളുടെ രഹസ്യം അയാൾ പ്രസംഗിച്ചാലും
അയാളും മരണത്തെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ടോ? ഇല്ലയാ റസൂലല്ലാ. എന്നാൽ അയാൾ നല്ല വായിലല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് കേട്ട അന്ന് മുതൽ എന്റെ പ്രസംഗത്തിലും മരണം പറയാതെ ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. അതാ പറഞ്ഞതെന്റെ ഹൃദയത്തെ പൊട്ടിക്കരയിപ്പിച്ചത് ഈ രൂപമാണ്. അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോ അല്ലാഹുവേ, ജീവിതം ഇങ്ങനെയാണ്. ഇന്നലെ എന്റെ സുഹൃത്തുക്കൾ അഫ്സലും തയ്യിബും ഒക്കെ പൊന്നാനിയിൽ നിന്ന് വന്നതാണ്. അവർ ആ സദസ്സിലിരിക്കുന്നുണ്ട്. സദസ് ശോകമൂകമായി. അല്ലാഹുവേ, 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 പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ലാ. എപ്പ മരിച്ചാലും യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് വിളിച്ച് സ്വാഗതം ചെയ്യുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണയല്ലാ. പടച്ചവനെ, തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരിന് നവ്വറല്ലാഹു മർക്കദ വഫാത്തായിട്ട് മഹാനവറുകളെ ഖബറിൽ വന്ന് യാസീനോദാൻ 10,000 എത്തി. ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങളുടെ കുഴിമാടത്തിന്റെ അടിയിൽ ഒരു യാസീനോദാൻ ഞങ്ങളുടെ മക്കളെങ്കിലും എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വളർത്തിയിട്ട് ദുനിയാവിൽ പച്ചവെള്ളം തന്നില്ലേലും കുഴപ്പമില്ല. ദാഹിച്ച് റോഡിൽ കിടന്നാലും പച്ചവെള്ളം തരാൻ വഴിപോക്കനെങ്കിലും ഉണ്ടാവും. കബറിന്റെ കൂരിട്ടിലും മണ്ണിന്റെ ഉള്ളിലും ഞെരുങ്ങിക്കിടക്കുമ്പോ ഒരു ബിസ്മി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ മുകളിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങളുടെ കൽബ് കൊതിക്കുമ്പോ, ഞങ്ങളുടെ കബറിന്റെ ചാരത്തും മക്കള് പോലും മറന്നു പോകുന്നൊരു ലോകത്ത് ഞങ്ങളുടെ കബറിന്റെ ചാരത്ത് വന്നിരുന്ന് ദുആ ചെയ്യാൻ ഞങ്ങളുടെ മക്കളെങ്കിലും കബറിന്റെ ചാരത്തെത്തിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഈ മുത്തഅല്ലിമീങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ സ്ലിപ്പൊന്ന് വിതരണം ചെയ്യും. എല്ലാവരും മഹാനായ തൃപ്പനച്ചി ഉസ്താദിന്റെ മക്കാമിലിരുന്നിട്ട് ഇനിയും എനിക്ക് പ്രസംഗിക്കാനുണ്ടായിരുന്ന സമയം തീർന്നുകൊണ്ട് നിർത്താണ്. സഹോദരങ്ങളെ, 1 സ്ക്വയർ ഫീറ്റ് ഒരാലിമിന് അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതണം, ദറസ് പഠിക്കണം, ദിക്ർ ചൊല്ലണം, തസ്ബീഹ് ചൊല്ലണം. അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് എത്തണം. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. ആ സ്ലിപ്പിൽ നിങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണോ, ഒന്നെങ്കിൽ ഒന്ന്. കൂലിപ്പണിക്കാരെ 1 ദിവസത്തേക്കാണ് കഴിയുന്നെങ്കിൽ അത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭാര്യയുടെ രോഗശിഫയാവാനും എല്ലാവരും ആരും എഴുന്നേക്കരുത്. വളരെ പ്രധാനപ്പെട്ട ദുആ നടക്കും. ഇനി ഇതുപോലൊരു സദസ്സ് നമുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ കണ്ടപ്പോ എന്റെ മനസ്സ് പതറി. മുഖം അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹുവേ, ഭാര്യയുടെ രോഗശിഫയാവാനും മനസ്സിന് സന്തോഷമുണ്ടാവാനും സാലിഹായ മക്കൾ ഉണ്ടാവാനും കുടുംബത്തിന് ഖൈറും ബറക്കത്തും ഉണ്ടാവാനും ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം, 2 ലോകത്തും ഉപകാരമുള്ള മക്കളാവാൻ ആഖിബത്ത് നന്നാവാൻ ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം. ആ സ്ലിപ്പ് പൂരിപ്പിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് തരണം. 1 സ്ക്വയർ ഫീറ്റ് എങ്കിൽ 1, 2000 രൂപ. 2 കഴിയുന്നവര് 2. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ സഹോദരിമാർക്ക് 2 ലോകത്തും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാ. ഈ സ്വർണ്ണാഭരണത്തിന് പകരം സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണം നൽകണയല്ല. ഈ സ്വർണ്ണമോതിരമേത് കയ്യിൽ കിടന്നോ അവരുടെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണയല്ല. സഹോദരിമാർ, ഈ പുണ്യമായ മക്കാമിലേക്ക് ഒരു സ്വർണ്ണമോതിരം, ഒരു സഹോദരൻ 2000 രൂപ ഒളവട്ടൂർ വന്നപ്പോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 5 പെമ്മക്കളെ കെട്ടിച്ച് 15 ലക്ഷം കടം വന്നു. ദുആയിൽ പങ്കെടുത്തു. വീട് സ്ഥലവും വെച്ച് കടമൊക്കെ വീട്ടി. അള്ളാഹു അദ്ദേഹത്തിന്റെ കടങ്ങൾ വീട്ടിക്കൊടുക്കട്ടെ. സ്വന്തമായൊരു പുരയും വീടും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 10,000 രൂപ സഹോദരൻ, ആ സഹോദരൻ 2000 രൂപ കൊടുത്തിട്ടുണ്ട്. പടച്ചറപ്പിന്റെ നിക്കാഹ് കണ്ട് ആനന്ദിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ സഹോദരൻ 10,000 രൂപ അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരിമാരെ അടുത്തുനിന്ന് പോയി
എല്ലായിടത്തും ചോദിക്കുന്നത് ഒരു സ്വർണ്ണവള ഈ മക്കാമിൽ വെച്ച്. ഞാൻ 900ഓളം വള ഇതുവരെ ഊരിയിട്ടുണ്ട്. എനിക്കല്ല, പള്ളിക്ക്. ഞാൻ യമാനിക്ക് പിരിക്കാൻ പോയിട്ടുണ്ട്. റഹ്മാനിക്ക് കോട്ടുമല ഉസ്താദിന്റെ റഹ്മാനിൽ എല്ലാ വർഷവും ഞാൻ ഓരോ കോടി റുപ്യ പിരിച്ചു കൊടുക്കും. അവിടുത്തെ പെണ്ണുങ്ങൾ തരണ വളയ്ക്കൊരു അന്തവുമില്ല. അള്ളാഹു ആ നാട്ടിൽ ബറക്കത്ത് കൊടുക്കട്ടെ. അത്രയ്ക്ക് ഇഷ്ടമാണ് സ്ഥാപനത്തിനോട്. വളകൾ ഊരിത്തരും അവിടുത്തെ പെണ്ണുങ്ങൾ. അള്ളാഹു സ്വീകരിക്കട്ടെ. അവരൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സിലും ദുആ ചെയ്യാം. ദുആ സ്വീകരിക്കുന്ന ഈ മക്കാമിൽ വെച്ച് ഒരു സ്വർണ്ണവള ആരാ തരിക? പെട്ടെന്ന് പോയി ചോദിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ആ സ്ലിപ്പ് ഒന്ന് പൂർത്തീകരിച്ച് തരും. അതോടൊപ്പം തന്നെ എന്റെ കോളേജിലേക്കുള്ള പറഞ്ഞു തരണേ. അള്ളാഹു ആ സഹോദരന്റെ ബുദ്ധിമുട്ട് മാറ്റിത്തരട്ടെ. എല്ലായ്പ്പോഴും എന്റെ കോളേജിനെ സഹായിക്കുന്നൊരു ചെറിയൊരു കച്ചവടക്കാരനാണ്. അള്ളാഹുവേ, വന്ന മുസീബത്തുകളെ തട്ടിമാറ്റി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സയ്യിദനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബി അജ്മഈൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ്. കടം വിടാനും ഭാര്യയുടെ സുഖപ്രസവവും സതുദ്ദേശം ബുദ്ധിയാൻ 777 രൂപ. അള്ളാഹുവേ, അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വർഗപ്രവേശനത്തിന് കാരണമാക്കണയല്ല. എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറ്റി നീ സന്തോഷം നൽകണയല്ല. വേറെ സഹോദരൻ ഓക്കെ അബൂബക്കർ മേൽമുറി 2.5 സ്ക്വയർ ഫീറ്റ് 5000 രൂപ. മാഷാ അല്ലാഹ്. വേറെ സഹോദരൻ 1 സ്ക്വയർ ഫീറ്റ് മുഹമ്മദ് മുസ്ലിയാർ മുത്തന്നൂർ. അള്ളാഹു അദ്ദേഹത്തിന്റെ മുറാദുകൾ ഹാസിലാക്കട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും അവർക്ക് നീ നൽകണേ അല്ലാ. എല്ലാവരും ഇന്നലെ പൂരിപ്പിച്ചു കൊടുക്കാത്തവർ ആ സ്ലിപ്പുകളൊന്ന് പൂരിപ്പിച്ചു കൊടുക്കണം. വേറെ ഒരു സ്വർണ്ണമോതിരം. ഒരു വള വന്നില്ലല്ലോ പെണ്ണുങ്ങളെ. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് സന്താനം ഉണ്ടായിട്ടില്ല. ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണമോതിരം. അള്ളാഹുവേ, മഹാനായ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാറും മഹാനവറുകളുടെ ഹക്ക് ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് ഒരു സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാ. ശിഹാബ് ഒഴുകൂർ 1 സ്ക്വയർ ഫീറ്റ് അക്രമകാരികളിൽപ്പെട്ടൊരു കേസിൽപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, നീ അതിനെ ജാമ്യം നൽകി സലാമത്താക്കണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഈ തരുന്ന പൈസയുടെ റെസിപ്റ്റ് കൗണ്ടറിൽ കിട്ടും. ഇനി ഇവിടെ ഏൽപ്പിക്കാൻ പറ്റാത്ത ഒരു കൗണ്ടറിൽ ഏൽപ്പിച്ചാലും മതി. ഉമ്മാടെ കണ്ണിന് കാഴ്ച ശക്തി കിട്ടാൻ മറിയും ഉണ്ണിയാത്തൊടി യഹൂബ് നബിയുടെ രോഗത്തിന് കണ്ണിന് നീ കാഴ്ച ശക്തി കൊടുത്ത അല്ലാ, അവരുടെ ആ മറിയുമ്മ എന്ന സഹോദരിയുടെ കണ്ണിന് കാഴ്ച ശക്തി നൽകണേ അല്ലാ. വേറെ സഹോദരൻ 5 സ്ക്വയർ ഫീറ്റ്. മക്കള് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 2000 രൂപ 1 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ, മക്കളെ നീ സ്വാലിഹ്യങ്ങളാക്കണേ തമ്പുരാന്. സ്വലാഹിയത്ത് നൽകണേ അള്ളാഹുവേ. കോമു ഹാജി കൊണ്ടോട്ടി 1 സ്ക്വയർ ഫീറ്റ് ദുആ ചെയ്യാൻ. മകന്റെ കുട്ടിക്ക് തീരെ സുഖമില്ല. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവിധ ശിഫയും നൽകി അനുഗ്രഹിക്കട്ടെ. ഫാസിൽ നീറാട് 1 സ്ക്വയർ ഫീറ്റ്. സലാം സി കെ ദുബൈ 1000 രൂപ. ഒരു സഹോദരന്റെ ഒരു പൊതുവിശ്വാസിയാണ്. കുട്ടി ഹാഫിളാവാൻ അല്ലാഹു അദ്ദേഹത്തിന്റെ മക്കളെ ഹാഫിളീങ്ങളാക്കി കൊടുക്കട്ടെ. വേറെ സഹോദരൻ കുട്ടികൾക്ക് സുഖമില്ല. ദുആ ചെയ്യാൻ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. വേറെ സഹോദരൻ 2000 രൂപ സാലിയായ സന്താനം ഉണ്ടാവാനും ഭാര്യയുടെ രോഗം സുഖാകാനും ദുആ ചെയ്യാൻ. ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹോദരനാണ് 2000 രൂപ. അള്ളാഹു അവർക്ക് എല്ലാവിധ പ്രതിഫലവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
വേറെ സഹോദരൻ 2000 രൂപ. മുഹമ്മദ് ഹനീഫ പാലക്കാട് 2000 രൂപ. അള്ളാഹു അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സബലീകരിക്കട്ടെ. OP ഹമീദ് പൂക്കടത്തൂർ, റിയാസ് മുതുവല്ലൂർ, AK അലവിക്കുട്ടി, അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഇത് പറയുമ്പോൾ മനസ്സിലേത് ആഗ്രഹമാണോ അത് സബലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. വേറെ സഹോദരൻ സ്വർണ്ണ ചെയിൻ ഏതോ ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ കിടന്നതാണ്. അള്ളാഹുവേ, ഈ ആഭരണം ഏത് കുഞ്ഞിന്റെ കയ്യിൽ കിടന്നോ മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഉപ്പാക്കും ഉമ്മാക്കും ഏറ്റവും സന്തോഷവും സമാധാനവും നൽകുന്ന കുഞ്ഞാക്കി പൊന്നു മോളാക്കി അത് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. KV മുസ്തഫ പറമ്പിൽ പീടിക 1 സ്ക്വയർ ഫീറ്റ്. മുഹമ്മദ് ഹബീബ് 2 സ്ക്വയർ ഫീറ്റ്. സഹോദരി ശരീരത്തിലെ വേദന ശിഫയാവാൻ ദുആ ചെയ്യാൻ അള്ളാഹു ഒരു ശരീരത്തിന്റെ വേദന മാറ്റി കൊടുക്കട്ടെ. അളിയന് സ്വാലിഹത്തായ ഭാര്യ കിട്ടാ ഒരു സഹോദരൻ 500 രൂപ. അള്ളാഹു ആ ഭാര്യ സഹോദരന് അള്ളാഹു സാലിഹത്തായ ഒരു ഭാര്യയെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടുത്തെ ജലാലിയ റാത്തീബ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ അതിന്റെ കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരെണ്ണത്തിന് 50 രൂപ ഇൻഷാ അല്ലാഹ് എല്ലാവരും വാങ്ങിച്ചതിൽ സഹകരിക്കുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരു സുവനീർ ഇറക്കിയിട്ടുണ്ട്, അതും വാങ്ങിച്ചതിനോട് സഹകരിക്കുക. ഈ വരുന്ന 4-ാം തീയതി മലപ്പുറത്ത് നടക്കുന്ന ശരീഅത്ത് സംരക്ഷണ റാലിയിൽ ശരീഅത്ത് നമ്മുടെ ജീവനാണ്, ശരീഅത്ത് നമ്മുടെ ദീനാണ്. ബദറിലും മുഹദിലും പോരാടി സഹാബത്ത് നേടിത്തുന്ന ആ ദീനിനു വേണ്ടി ഞാനും പൊരുതുമെന്ന നെയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ശരീഅത്ത് സംരക്ഷണ റാലിയിൽ എല്ലാവരും പങ്കെടുക്കണം. അത് നമ്മുടെ ഫർള് ബാധ്യതയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതൊന്ന് വായിക്കാവോ? ഒന്ന് വായിക്കുക ഇൻഷാ അല്ലാഹ്. ഒന്ന് വായിക്കുക. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ, നമുക്ക് ദുആ ചെയ്യാം. 40 ലക്ഷം കടത്തിലാണ്. അത് വീടാൻ 3 സ്ഥലങ്ങൾ വിൽക്കാനുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി ഒരാൾ 1 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു അദ്ദേഹത്തിന്റെ സതുദോഷങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ, കടം വീട്ടി നൽകുമാറാവട്ടെ. മരിച്ചുപോയ ബാപ്പാന്റെ ആണ്ട് സഫർ 3-നാണ്. ഉപ്പാന്റെ പരലോക ഗുണത്തിന് വേണ്ടി ഒരു സഹോദരി നേർച്ചയിലേക്ക് 1 ചാക്ക് അരി നൽകിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കുമാറാവട്ടെ. നിസാർ തടപ്പറമ്പ് 2 സ്ക്വയർ ഫീറ്റ് നൽകിയിട്ടുണ്ട്. സ്വാലിഹായ ഒരു സന്താനം ഉണ്ടാകാൻ, ഭാര്യയുടെ അസുഖം സുഖമാക്കുവാൻ ഒരു സഹോദരൻ 2000 രൂപ. അള്ളാഹു അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു അവർക്ക് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയിഷാബി 2000 രൂപ. എന്റെ കടങ്ങൾ വീടാൻ വേണ്ടി അള്ളാഹു അവരുടെ കടങ്ങളൊക്കെ വീട്ടി നൽകുമാറാവട്ടെ. KP മുഹമ്മദ് 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മുസ്തഫ അക്കാപ്പുറം 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. രണ്ട് പൈസയുടെ കെട്ടുകൾ വീണ് കിട്ടിയിട്ടുണ്ട്. കൗണ്ടറുമായി ബന്ധപ്പെട്ടാൽ തിരിച്ചു നൽകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അബ്ദുൽ വഹാബ് ടി വാക്കാലൂര് അസുഖം സുഖമാകുവാൻ വേണ്ടി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മകന്റെയും മക്കളുടെയും ഭാര്യയുടെയും അസുഖം സുഖപ്പെടുവാൻ പ്രത്യേകം ദുആ ചെയ്യാൻ അപേക്ഷിക്കുന്നു. 1 സ്ക്വയർ ഫീറ്റ്. ശരീരത്തിലെ രോഗം മൂലം നടക്കാൻ സാധിക്കുന്നില്ല, നടക്കാൻ വേണ്ടി 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു അസുഖം പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ. പൂർണ്ണ ആഫിയത്ത് നൽകുമാറാവട്ടെ. മുഹമ്മദ് ഷാഫി കൊഴിമണ്ണ 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകുവാൻ 2000 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. 1 സ്ക്വയർ ഫീറ്റ് വിദേശത്ത് നിന്ന് അത്തിക്കോട്ടിൽ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആള് അള്ളാഹു അദ്ദേഹത്തിന്റെ സദുദ്ദേശങ്ങളെ പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. സ്വാലിഹായ സന്താനം ഉണ്ടാകുവാൻ വേണ്ടി 1 സ്ക്വയർ ഫീറ്റ് കോടാലി പുലിക്കോട്ടിൽ തോട്ടക്കാട് അള്ളാഹു അദ്ദേഹത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 2 സ്ക്വയർ ഫീറ്റ് ഒരു സഹോദരൻ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി നൽകുമാറാവട്ടെ. സൈനുൽ ആബിദീൻ പാലക്കോടൻ 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു അദ്ദേഹത്തിന്റെ സദഖ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ.
അബൂബക്കർ പി 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഷംനാസ് പി 1 സ്ക്വയർ ഫീറ്റ് കുഴിമണ്ണ അള്ളാഹു ഇവരുടെ ഒക്കെ സദഖ സ്വീകരിക്കുമാറാവട്ടെ. സ്വാലിഹായ ഭാര്യയെ കിട്ടാൻ ഒരു സഹോദരൻ 500 രൂപ അള്ളാഹു അദ്ദേഹത്തിന് സ്വാലിഹായ ഒരു ഇണയെ നൽകുമാറാവട്ടെ. അബ്ദുള്ള ഹാജി പറ്റശ്ശേരി ഒഴുകൂർ 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു അദ്ദേഹത്തിന്റെ സദഖ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഖൈർ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പി അബ്ദുറഹ്മാൻ അജീബ് പുളിയക്കോട് 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പരലോക വിജയത്തിന് വേണ്ടി മക്കൾ ആലിമ്യങ്ങളാകുവാൻ വേണ്ടി 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു അദ്ദേഹത്തിന്റെ സദഖ സ്വീകരിക്കുമാറാവട്ടെ. മക്കളെ സ്വാലിഹ്യങ്ങളാക്കി നൽകുമാറാവട്ടെ. പേര് പറയാത്തൊരു സഹോദരൻ 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പേര് പറയാത്തൊരു സഹോദരി 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു അവരുടെ ഒക്കെ സദുദ്ദേശങ്ങളെ പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുറാദുകളെ ഹാസിലാക്കട്ടെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ദുആ ചെയ്ത് വരിക. നിങ്ങൾ ഏറെ നേരമായി വളരെ അസ്വസ്ഥതകളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് മാറാൻ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ. പാൻക്രിയാസിൽ ക്യാൻസർ വന്നൊരു ചെറുപ്പക്കാരൻ ഇവിടെ ഒന്ന് ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഒരു ദറസ് വിദ്യാർത്ഥി രോഗിയായി ഹോസ്പിറ്റലിലാണ്. രോഗം എന്തെന്ന് പോലും അറിയില്ല. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഇന്ന് എന്നെ സ്ഥാപനത്തിൽ കാണാൻ ഒരു സഹോദരൻ വന്ന് പരപ്പനങ്ങാടിയിൽ. എന്താന്ന് ചോദിച്ചപ്പോൾ നിന്ന് കരയാൻ. ഞാൻ വന്ന് കരച്ചിലൊക്കെ അടക്കിയിട്ട് സങ്കടം പറയാൻ. അപ്പോഴാ പറയുക, വാപ്പ 26 വർഷമായി വാപ്പയെ കാണാതായിട്ട് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. 26 വർഷം ഹജ്ജിന് വേണ്ടി പോയതാണ് പരപ്പനങ്ങാടിയിൽ. അള്ളാഹു ഖൈറായ രീതിയിൽ തിരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിൻ്റെ സങ്കടങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി എൻ്റെ സ്ഥാപനത്തിലേക്ക് 6666 രൂപ. ഒരു ചെറിയ സ്ഥാപനം എൻ്റെയും ഉണ്ട്. 6666 ഇതിൽ നേർച്ചയാക്കുന്ന കുഴിമണ്ണയിലുള്ളൊരു സഹോദരി. കഴിഞ്ഞ വർഷം ഞാൻ കുഴിമണ്ണയിൽ വന്നപ്പോൾ 6666 നേർച്ചയാക്കാൻ. അവർ കിഡ്നി തകരാറിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കാൻ 8 ഡയാലിസിസ് ചെയ്തു. ഇന്നവരാ പൈസയുമായി വന്നപ്പോൾ എഴുതി തന്നത്, ഇപ്പം ഡോക്ടർ പറഞ്ഞു 1 ഡയാലിസിസും ചെയ്യേണ്ട, പൂർണ്ണ ആരോഗ്യവതിയാണ്. അള്ളാഹുവിനെ നിലനിർത്തി കൊടുക്കട്ടെ. അത് അഹമ്മദ് കബീർ വാക്കവി ഖുദ്ദിസ സിർറുഹു ആയതുകൊണ്ടല്ല. അവൻ അത് പറയുന്നത് ഇതുപോലെയുള്ള മഹാന്മാരെ ചാരത്താണ്. ആമീൻ പറയുന്നത് പോലെയുള്ള നല്ലവരാണ്. ദുആ ചെയ്യുന്നവനെ നിങ്ങൾ പരിഗണിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല, ഞാൻ പറഞ്ഞല്ലോ, ഇത് കൈവെളുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടി മാത്രമാണ്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. വേറെ സഹോദരൻ 1 സ്ക്വയർ ഫീറ്റ്. ഇങ്ങനെ ധാരാളം പേര് ദുആ ചെയ്യാൻ ഇവിടുത്തെ ബഹുമാന്യരായ ഉസ്താദന്മാർ, മുത്തഅല്ലിമീങ്ങൾ, ഇതിനു വേണ്ടി സമർപ്പിച്ച കുഞ്ഞാപ്പു ഹാജിയെ പോലെയുള്ള ഇതിൻ്റെ പ്രവർത്തകർ, അള്ളാഹുവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ ലൈവ് കൊടുത്തത് ഇന്ന് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പാണ്. ഇന്നത്തെ ലൈവ് ചെയ്തത് ഫ്രീ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പാണ്. എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. 20,000-ഓളം ആളുകൾ ഇതിൽ. വോയിസ് ഓഫ് കബീർ ബാക്കവി അതിൻ്റെ ചീഫ് അഡ്മിൻ എൻ്റെ സുഹൃത്ത് പൂക്കോട്ടൂർ മഹബൂബാണ്. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും കൊടുത്ത് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ഐശ്വര്യം കൊടുക്കട്ടെ. ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറില്ല അല്ലാ. പടച്ചവനെ, കത്തിയെരിയുന്ന നെരിപ്പോടിനേക്കാൾ വലിയ ചൂട് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യയോട് പോലും ഞങ്ങൾ പറയാത്ത സങ്കടം നിന്നോട്. അതറിയാവുന്നത് എനിക്കും നിനക്കും മാത്രമാണ്. നീ കരുണ കാണിക്കണേ അല്ലാ. നന്മ ഞങ്ങൾക്ക് ചെയ്യണേ, തിരിച്ചെടുക്കല്ലേ അല്ലാ. ക്യാൻസർ ബാധിച്ച 1000-കണക്കിന് ആളുകൾ ദുആ ചെയ്യണേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ ഈ ദുആയിൽ നീ പെടുത്തണേ തമ്പുരാനെ, പെടുത്തണേ തമ്പുരാനെ. കടബാധ്യതയിൽപ്പെട്ടവര് കടബാധ്യത മാറ്റണേ അല്ലാ. മരിക്കോ ഞങ്ങളുടെ ഹക്കുകൾ താല് ഞങ്ങളുടെ അമലുകൾ കടം വരുത്തല്ലേ അല്ലാ. റബ്ബേ, ഏറ്റവും നല്ല സൗന്ദര്യം മരിക്കുന്ന ദിവസമാക്കണേ അല്ലാ. ഉറ്റവരില്ലാതെ ഉടവരില്ലാതെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന മക്കളുടെ അടുക്ക്
റാട്ടിട്ടെല്ലാവരും തിരിച്ചു പോകുന്നു. അവർക്കെങ്ങാനും ഒരു രോഗം വന്നാൽ ഞങ്ങളുടെ വീടിന്റെ മേൽക്കൂര പോയി റബ്ബേ. ഞങ്ങളുടെ മക്കളെ പിന്നെ ആര് അതവ് പഠിപ്പിക്കും? ഞങ്ങളുടെ മക്കളെ പിന്നെ ആര് പോറ്റി വളർത്തും? ഞങ്ങളിങ്ങനെ നാട് നീളെ നടക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ കുഴിമാടത്തിൽ മടിവണ്ണ് മാറിയിടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ല. ഈ വിനീതന്റെ സ്ഥാപനത്തിലേക്ക് 6666 കുറെ സഹോദരങ്ങൾ ഈ മക്കാമിന്റെ ബറക്കത്ത് കൊണ്ട്, അവിടെ ഖുർആൻ ഓതുന്ന ഹാഫിളീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇന്നും ഇന്നലെയും ധാരാളം പേര് സ്ഥാപനത്തിൽ പല നിയ്യത്തുകളാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നീ അതിന്റെ പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. അവരെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഡയാലിസിന് വിധേയമാക്കപ്പെട്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല